ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സിനിമയിലെ മിന്നുന്ന നക്ഷത്രവും 87 വർഷങ്ങളായിട്ട് ജനങ്ങളെ എന്റർടൈൻ ചെയ്യുന്ന ഒരു കുടുംബത്തിലെ വ്യക്തിയുമാണ്. നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, മെഷാർത്തോ നഹി. ഇപ്പം നിങ്ങൾക്ക് ഓർമ്മ വന്നാണ് 21ാമത്തെ വയസ്സിൽ അദ്ദേഹം മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, ബെച്ചനാഹെ അസീനോ. ഇപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓർമ്മ വന്ന് കാണും. ഡാൻസ് ആൻഡ് റൊമാൻസിൽ ഇദ്ദേഹം സൂപ്പർ ഹീറോയാണ്. ഈ സൂപ്പർ സ്റ്റാർ യഥാർത്ഥത്തിൽ 2 വയസ്സ് കുഞ്ഞായിട്ടും അഭിനയിച്ചിട്ടുണ്ട്. അതിനുശേഷം 90 വയസ്സ് വൃദ്ധന്റെ റോളിലും അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ്. പ്ലീസ് വെൽക്കം റൊമാൻസ് ലോകത്തിന്റെ സുൽത്താനായ വൺ ആൻഡ് ഓൺലി ഋഷി കപൂർ. ഇദ്ദേഹത്തിനെ വിചാരണ ചെയ്യാൻ വേണ്ടി ഇന്ന് ജനങ്ങൾക്ക് വേണ്ടി വരാൻ പോകുന്ന ജഡ്ജി നഫീസ അലിയാണ്. ആപ്കി അദാലത്തിലെ ഇന്നത്തെ വിചാരണ തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് ഇന്നത്തെ ജഡ്ജിയായ നഫീസ അലിയുടെ അനുവാദം നമുക്ക് ആദ്യം ചോദിക്കാം. അനുമതി തരുന്നു. വിചാരണ ആരംഭിക്കാം. ശരി, നമുക്ക് വിചാരണ തുടങ്ങാം. ആപ്കി അദാലത്തിലെ ആദ്യത്തെ കുറ്റാരോപണം ഋഷി കപൂറിന്റെ മേൽ. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ഋഷി കപൂറിന്റെ മേലുള്ള കുറ്റാരോപണം അദ്ദേഹം തന്റെ ഫാൻസിനെ ഡിസപ്പോയിന്റഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഋഷി ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ട് ജനങ്ങൾ താങ്കളെ വളരെയധികം സ്നേഹിച്ചിരുന്നു. 25 വർഷമായിട്ട് നോൺ സ്റ്റോപ്പായിട്ടാണ് ജനങ്ങൾ സ്നേഹിച്ചത്. ഒരു 4-5 വർഷം കൂടി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ച സമയത്ത് താങ്കൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തു. എന്ത് ചെയ്യാനാ, ഈ ശരീരം എൻ്റെ ഒപ്പം അങ്ങനെ വന്നു. അതായത് എന്താന്ന് വെച്ചാൽ, രജത് സാർ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഒരു കാലം എങ്ങനെയാ മാറിയെന്ന് വെച്ചാൽ, എൻ്റെ ഭാര്യ നീതു പോലും ഇതെൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. ഞാനും ഇതിനെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങി. സിനിമകൾ എനിക്ക് ബോറടിച്ചു തുടങ്ങി. എപ്പോഴും ജേഴ്സിയൊക്കെ ഇട്ടുകൊണ്ട് ഊട്ടി സ്വിറ്റ്സർലാൻഡൊക്കെ പോയി വെറും ഞാൻ പാട്ട് മാത്രമാണ് പാടിക്കൊണ്ടിരുന്നത്. മരങ്ങളുടെയൊക്കെ പിന്നാലെ ഹീറോയിനൊക്കെ ഞാൻ ഓടിപ്പിടിക്കുമായിരുന്നു. ഞാൻ ഒരുപാട് പൈസ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ആക്ടിങ് കാര്യത്തിൽ എനിക്കുണ്ടായിരുന്ന ഇൻട്രസ്റ്റ് ഒക്കെ, പക്ഷെ എനിക്ക് വിചാരിച്ച രീതിയിൽ റോള് കിട്ടിയില്ല. അപ്പം ഞാനെന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ, പുതിയ പിള്ളേരൊക്കെ അന്ന് വന്നു തുടങ്ങിയിരുന്നു. സൽമാൻ, ഷാറുഖ്, അമീർ. ഇത് 96, 97നെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. 98നെ കുറിച്ചാണ് പറഞ്ഞു വന്നേ. അപ്പൊ എന്താ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ, വോളണ്ടിയർലി ഞാൻ ഈ കരിയർ അങ്ങോട്ട് അവസാനിപ്പിച്ചേക്കാം. കണ്ടിന്യൂ ആയിട്ട് 25 വർഷത്തോളം പണിയെടുക്കുന്നത്. 73 തൊട്ട് 98 വരെ. 98ലാണ് കാറോബാർ സിനിമ വന്നത്. അതായത് അതുവരെ പണിയെടുക്കുന്നത് ഒരു വലിയ ഇന്നിങ്സ് തന്നെയായിരുന്നു. ഇതുപോലെ കുറച്ച് ആൾക്കാർ മാത്രമേ അവിടുത്തെ സ്ഥലത്ത് എത്തിപ്പെട്ടിട്ടുള്ളൂ. ആഹാരത്തിലും കുടിക്കുന്ന കാര്യത്തിലും ഒക്കെ വളരെ കോൺസെൻട്രേറ്റ് ചെയ്തതിന് ശേഷമാണ് ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും താങ്കൾക്ക് ജോലി നൽകുന്നത് നിർത്തിയത്. അത് സത്യമാണ്. എന്താന്ന് വെച്ചാല്, ഞങ്ങളുടെ ഈ കപൂർ കുടുംബത്തിലൊരു ഒരു ഒരു ദോഷമെന്ന് തന്നെ പറയാം. ഈ ഭക്ഷണത്തിന്റെ കാര്യത്തില് എന്നെയും എൻ്റെ ശരീരത്തെയും ശ്രദ്ധിക്കുന്നത് ഞാൻ അങ്ങോട്ട് വിട്ടുപോയി. പിന്നെ 99 തൊട്ട് ഞാൻ ഇന്നുവരെ ക്യാരക്ടർ റോൾസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ അഭിനയിക്കാനുള്ള ഒരു ചാൻസ് കിട്ടുന്നുണ്ട് എനിക്ക്. ഇതുവരെ എനിക്ക് സന്തോഷം തന്നെയാണ്. ഞാൻ ഒരുപാട് റോൾ അഭിനയിക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടവുമാണ്. അതുപോലെ എൻ്റെ പണി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഋഷി സർ, ഹോബി എന്നുള്ള ആദ്യത്തെ പടം തന്നെ താങ്കൾക്ക് വലിയൊരു സൂപ്പർ ഹിറ്റ് ആയിരുന്നു. പക്ഷെ താങ്കൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്യാമായിരുന്നില്ലേ? ഞാൻ ആ കൊടുങ്കാറ്റിനൊപ്പം പോരാട്ടമായിരുന്നു. ആ പോരാട്ടം നിങ്ങൾ നോക്കുവാണെങ്കിൽ അതൊരു ആക്ഷൻ ലോഗോ ആയിരുന്നു. ശരിക്കും പറയണേൽ ആ കൊടുങ്കാറ്റിന്റെ പേരായിരുന്നു അമിതാഭ് ബച്ചൻ. അത് അമിതാഭ് ബച്ചന്റെ കാലമായിരുന്നു. അമിതാഭ് ബച്ചനെ പോലത്തെ ആംഗ്രിമെന്റെ കാലമായിരുന്നു അതൊക്കെ. ഹീറോസൊക്കെ തോക്കെടുത്തോണ്ട് വീരം പോലെ അങ്ങോട്ട് പൊയ്ക്കൊണ്ട് വാളും വെച്ചോണ്ട് ബാനറിൽ നിൽക്കും. പക്ഷെ ഞാനാണെങ്കിൽ ഗിറ്റാറും പിടിച്ചോണ്ട് ഒരു മാറി ഇങ്ങനെ നിൽക്കും. ഇപ്പൊ ഞാൻ ഈ എൻട്രി ആയപ്പോ നിങ്ങൾ പറഞ്ഞു തന്നെ ഒരു മ്യൂസിക്കൽ ഹീറോ, ഡാൻസിങ് ഹീറോ, അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ എനിക്ക് വേണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എന്റെ ആഗ്രഹം, ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ തരുമ്പോൾ ഞാനൊരു നല്ല ആർട്ടിസ്റ്റാന്ന് പറയണമെന്നായിരുന്നു. കാരണം എൻ്റെ ഒരു ആഗ്രഹം എന്താന്ന് വെച്ചാൽ, നിങ്ങളെ സന്തുഷ്ടരാക്കണം, നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം നേടണം ഒരു നല്ല ആർട്ടിസ്റ്റായിട്ട്.
എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഇൻട്രഡക്ഷൻ വരാൻ കാരണം എന്ന് വെച്ചാൽ ബോബിയിൽ താങ്കൾ ഒരു റൊമാൻറ്റിക് ഹീറോ ആയിരുന്നു. സാർ ബോബി കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം ഒരു 44 വർഷമായി. ഇതെന്താ ഇന്നലെ നടന്ന കാര്യമാണോ? അന്നൊക്കെ ഞാൻ കൊച്ചു പയ്യനല്ലേ. അന്ന് എനിക്കൊരു 20-21 വയസ്സുണ്ടാവും. എന്റെ വളരെ യങ് സ്റ്റേജിലായിരുന്നു അത്. അതിനുശേഷവും താങ്കൾ അഭിനയിച്ച എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റ് ആയിരുന്നു. എല്ലാം റൊമാൻറ്റിക് മൂവീസ് ആയിരുന്നു. 23 ഹീറോയിൻസിനൊപ്പമാണ് താങ്കൾ അഭിനയിച്ചത്. നിങ്ങൾ പറയുന്നതൊക്കെ സത്യമാണ്, തീർച്ചയായിട്ടും സത്യം. 23-ന് മേലെ ഉണ്ടെന്നും പറയാം ചിലപ്പോൾ. നിങ്ങൾക്ക് മറ്റൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്നിവിടെ നമുക്ക് ജഡ്ജായിട്ട് വന്നിരിക്കുന്നുണ്ടല്ലോ ഈ മേഡം. ഒരു സമയത്ത് എനിക്കൊരു ഹീറോയിനായിട്ട് അഭിനയിക്കേണ്ട ചാൻസ് വന്നവരാണ്. അവരെന്ന് ആദ്യമായിട്ട് എൻ്റെ ഒപ്പമാണ് അഭിനയിക്കാനായിട്ടിരുന്നത് ബോബിക്ക് ശേഷം. രാജ് കപൂർ സാർ അവരെ ബോബിക്ക് ശേഷം കൊൽക്കത്തയിൽ കണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം അദ്ദേഹം ഇവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിരുന്നു, നിങ്ങളൊന്ന് സിനിമയിൽ അഭിനയിച്ചാൽ ഞാൻ വളരെ സന്തോഷപ്പെടുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവരുടെ ഗാർഡിയൻ അതൊന്നും വേണ്ടെന്ന് വിചാരിച്ചിരുന്നു. അന്ന് അവർക്ക് വളരെ കൊച്ചു പ്രായമാണ്. അവരപ്പോഴും ഒരുപാട് പഠിക്കണമെന്ന് ആഗ്രഹിച്ചു. പിന്നെ 23 ഇവരെങ്ങാനും അഭിനയിച്ചിരുന്ന 24 കൺവേർട്ടായാണ്. പക്ഷേ ബോബി പടത്തിന് ശേഷം താങ്കളുടെ വയസ്സ് വളരെയധികം കുറഞ്ഞു എന്നുള്ളത് സത്യമാണോ? അത് താങ്കൾ വളരെ പ്രായത്തിൽ കുറഞ്ഞ ആളായതുകൊണ്ട് ഹീറോയിൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടിയെന്നു. ശരിയായിട്ടാ പറഞ്ഞത്. ഞാൻ ഈ കാര്യം ഇവിടെ പറഞ്ഞേ പറ്റുള്ളൂ. എന്താന്ന് വെച്ചാല് ബോബിക്ക് മുമ്പ് റിലീസായിക്കൊണ്ടിരുന്ന സിനിമയൊക്കെ നോക്കുവാണെങ്കിൽ അതിലൊക്കെ റെഗുലറായിട്ട് മെച്ചൂർഡ് ഹീറോസ് ആയിരുന്നു അഭിനയിച്ചത്. ബോബിയാണ് ആദ്യത്തെ സിനിമ, അതായത് ടീനേജറിനെ കൊണ്ട് സംഭവിച്ചതാണത്. എന്റെ പ്രായം ഒന്ന് ഏകദേശം ഒരു 19-20 ഉണ്ടാവും. പിന്നെ ടിമ്പിൾ എന്നേക്കാൾ 6 വയസ്സ് ഇളയതായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആ സമയത്തൊരു റിയൽ ടീനേജ് സിനിമ ഉണ്ടായി, അത് പ്രസന്റ് ചെയ്തിരുന്നു. ബോബി സിനിമ ഹിറ്റായതും ഫിലിം ഇൻഡസ്ട്രിയിൽ അന്നൊരു ഇഡിയം ഉണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചാല് അതിന് മുമ്പുണ്ടായിരുന്ന കാലത്തൊക്കെ ഹീറോസ് എല്ലാവരും ആണുങ്ങളായിരുന്നു, ഹീറോയിൻസ് എല്ലാവരും പെണ്ണുങ്ങളുമായിരുന്നു. ബോബി സിനിമ റിലീസായതിനു ശേഷം ഹീറോസ് എല്ലാവരും ചെറിയ ആമ്പിള്ളേരായി, ഹീറോയിൻസ് എല്ലാവരും കുഞ്ഞു പെണ്ണുങ്ങളുമായി. ഇത് ഒരൊറ്റ രാത്രി തന്നെ ഒരുപാട് സീനിയർ ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. അവരൊക്കെ ഈ കോളേജിൽ പോകുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തു. സോ ഇതാണ് സംഭവിച്ച സത്യം. അതുപോലെ മറ്റൊരു കാര്യം ഞാൻ അറിഞ്ഞു, താങ്കൾ 12 പടത്തിൽ ഒരേ ഹീറോയിനോടൊപ്പം അഭിനയിച്ചെന്ന് സത്യമാണോ? അതെന്റെ സ്വന്തം ഭാര്യ, വേറെ ആര്? 12 അല്ല, 11. ഇപ്പൊ എനിക്കറിഞ്ഞ് 14. നീതുവിനോടൊപ്പം മാത്രം ഞാൻ 14 സിനിമ ചെയ്തു. ഒരാളുടെ കൂടെ തന്നെ ഇത്രയും പടങ്ങൾ അഭിനയിച്ചാൽ എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളുണ്ടോ? എനിക്ക് അന്നേ മനസ്സിലായി ഇവളുടെ ഒപ്പം ഞാൻ 14 സിനിമ ചെയ്തില്ലെങ്കിൽ എന്റെ കഥ പോക്കാവുമെന്ന്. ഇന്നത്തെ കാലത്തെ ഹീറോസ് വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. താങ്കളുടെ മകൻ ഗിത്താർ വായിക്കണമെങ്കിൽ ഒരു 3-4 മാസത്തെ ട്രെയിനിങ് അതിന് ആവശ്യമുണ്ട്. താങ്കളും അതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. നിങ്ങളിൽ പലർക്കും പല കാര്യം നല്ലപോലെ അറിഞ്ഞിരിക്കും. ഗിറ്റാർ ആയിക്കോട്ടെ, ഡ്രംസ് അടിക്കുന്ന ആയിക്കോട്ടെ, അല്ലെങ്കിൽ ട്രംപറ്റ് പോലും ആയിക്കോട്ടെ, എനിക്കൊന്നും തന്നെ അറിയില്ല. നിങ്ങളെ പല വർഷങ്ങളായിട്ട് ഞാൻ പൊട്ടനാക്കിയതാണ്. ഞാൻ ഒരു ആക്ടർ ആയതുകൊണ്ട് നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് സത്യവും. അതായത് എന്നെ കൊണ്ട് വായിക്കാൻ കഴിയും. എന്റെ പ്രൊഫഷൻ ഇതായതുകൊണ്ട് ഞാൻ നിങ്ങളെ കൺവിൻസ് ചെയ്തത്. എനിക്ക് ഡാൻസ് ഒന്നും കളിക്കാൻ അറിഞ്ഞൂടാ, ഇപ്പോഴത്തെ പിള്ളേർ കളിക്കുന്ന പോലെ ഒന്നും. ദൈവത്തിനാണ് ഞാൻ നന്ദി പറയേണ്ടത്. ഈ റണ്ണിങ്ങിൽ ഞാനില്ല, എന്നോ കാണാണ്ട് പോകേണ്ടതാ. ഇപ്പോഴത്തെ കാലം വെച്ച് നോക്കുവാണെങ്കിൽ അവരെ പോലെ ഒന്നും എനിക്ക് ഡാൻസ് കളിക്കാൻ അറിഞ്ഞൂടാ. സത്യം പറഞ്ഞാൽ അവരെ പോലെ എനിക്ക് കളിക്കാൻ അറിയില്ല. അതും ഇത്രത്തോളം വെയിറ്റോടുകൂടി. അതെ, ഈ വെയിറ്റ് ഇപ്പോഴല്ലേ വന്നേ. വെയിറ്റ് ഇന്നാന്നേ വന്നത്, ഇന്നലെ ഒന്നും അല്ലല്ലോ. സോ അതായത് നോക്കുവാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്തൊരു സത്യം പറഞ്ഞേ പറ്റൂ. ഞാൻ സത്യസന്ധമായിട്ട് എന്റെ പണിയെടുത്തിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊന്നും വെറുതെ നടക്കത്തില്ല. പിന്നെ അതിന്റെ ഒരു റിസൾട്ടാണ് ഇന്ന് ഞാൻ ഈ ആപ്കി അദാലത്തിൽ വന്ന് ഇരിക്കുന്നതിന്റെ കാരണം. അന്ന് നല്ല രീതിക്ക് കഷ്ടപ്പെട്ടത് കൊണ്ടാ ഇന്ന് ഞാനിവിടെ വന്ന് ഇരിക്കാൻ പറ്റിയതൊക്കെ. ഞാനിന്നിവിടെ വന്നതും ഇവരുടെ അടുത്തൊക്കെ ഞാൻ ആദ്യം പറഞ്ഞു, ഇതാ നോക്കിയേ, എന്റെ കഴുത്ത് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഈ ഷോയ്ക്ക് എന്ത് വേണേലും ചെയ്തോന്നും പറഞ്ഞു. പക്ഷേ ഒരു ഹീറോ ആയിട്ട് ജനങ്ങൾ ആരെയാണോ അംഗീകരിച്ചത്, ആസ് എ ഹീറോ ആയിട്ട് അംഗീകരിച്ചത്, പക്ഷെ അദ്ദേഹം ക്യാരക്ടർ റോൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിനുശേഷം നെഗറ്റീവ് റോൾ, വില്ലനായിട്ട് അഭിനയിക്കാൻ തുടങ്ങി. എന്നെ സംബന്ധിച്ച് നിങ്ങൾ നോക്കുവാണെങ്കിൽ എന്താ പറയണ്ട, ഞാൻ ട്രൂ ആർട്ടിസ്റ്റ് എന്ന് പറയാം. ഒരു കലാകാരൻ എല്ലാവിധമായിട്ടുള്ള ക്യാരക്ടേഴ്സും അഭിനയിക്കണം. ഞാൻ കോമഡിയനായിട്ട് അഭിനയിച്ചു, ഒരു സീരിയസ് റോൾ ചെയ്തു,
പിന്നെ ഞാനൊരു വില്ലനായിട്ട് പോലും അഭിനയിച്ചിട്ടുണ്ട്. ഇനി എൻ്റെ ഒരു സോഷ്യൽ സിനിമ വരുന്നുണ്ട്. അത് വളരെ നല്ലൊരു സിനിമയായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ ഡിഫറെന്റ് റോൾ ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ ഇതിനു മുമ്പ് ഞാൻ വെറും പാട്ട് മാത്രമാണ് പാടിക്കൊണ്ടിരുന്നത്. കോട്ട് അണിഞ്ഞുകൊണ്ട് നേരെ ഹീറോയിന്റെ പുറകെ ഓടിക്കൊണ്ടിരുന്നു, അത്രേ ഉള്ളൂ. ഇപ്പോഴാണ് എനിക്ക് ശരിക്കും പണിയെടുക്കാനുള്ള ഒരു ചാൻസ് പോലും കിട്ടിയത്. അതൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷം 90 തന്നെയാണ്. വയസ്സുള്ള ഒരു വൃദ്ധന്റെ റോൾ വളരെ സന്തോഷം തരുന്നത്. കണ്ടോ? തീർച്ചയായിട്ടും എത്ര ആർട്ടിസ്റ്റിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ കഴിയും? എനിക്കറിഞ്ഞൊരു 25 24 സത്യം പറഞ്ഞെങ്കിൽ അതിനേക്കാൾ കുറവായിരിക്കും പറഞ്ഞത്. പിന്നെ പടത്തിൽ ദിവസവും താങ്കൾ ഡയറക്ടറിനോടൊപ്പം വഴക്കുണ്ടാക്കുമായിരുന്നു. ഇതും ഈ കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം അറിഞ്ഞിരിക്കുന്നു. എനിക്ക് ആ മേക്കപ്പ് ഇടാനായിട്ട് തന്നെ 5.5 മണിക്കൂർ എടുക്കും. കാലത്ത് 5 മണിക്ക് എണിക്കും. അതായത് 6 തൊട്ട് 12 വരെ എനിക്ക് മേക്കപ്പ് മാത്രമാണ്. അതിനുശേഷം ഞാൻ സെറ്റിലോട്ട് പോകുള്ളൂ. പണിയെടുക്കുന്നത് വരെ വെച്ച് നോക്കുവാണെങ്കിൽ ഞാൻ ഡയറക്ടറിൻ്റെ അടുത്ത് ഒരു കാര്യത്തിന് മാത്രമേ വഴക്കിട്ടിട്ടുള്ളൂ. വേറെ ഒന്നുമില്ല. പേഴ്സണലി വേറെ ഒന്നുമില്ല. ഞാൻ വെറും എക്സിക്യൂഷന് മാത്രമേ വഴക്കിടുള്ളൂ. എക്സിക്യൂഷൻ എന്ന് വെച്ചാൽ ഷോട്ട്സ് എങ്ങനെയൊക്കെയാണ് എടുക്കുന്നത്, അവര് പ്രതീക്ഷിച്ചത് എന്താന്ന് വെച്ചാല് ഷോട്ട് ഏത് ആംഗിളിലാണ് എടുക്കുന്നത്. ഞാനൊരു കലാകാരനാണ്, എനിക്കറിയാതെ ഞാനൊരു സ്പോണ്ടേനിയസ് സ്കൂളിൽ നിന്നാണ് വന്നത്. ബട്ട് നാച്ചുറൽ സ്കൂൾ ആക്ടറാണ് ഞാൻ മെത്തേഡ് ആക്ടർ അല്ല. എല്ലാ ആക്ടിങ് സ്കൂൾ ആക്ടറിനകത്ത് എനിക്ക് മര്യാദയുണ്ട്. അവരെയൊക്കെ ഞാൻ നല്ലപോലെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ സ്റ്റൈലാണെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം ചെയ്യും, അത് 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സ്റ്റൈലായി മാറും. അവരെന്താ പ്രതീക്ഷിച്ചതെന്ന് വെച്ചാൽ ഞാൻ എല്ലാ ഡയറക്ഷനിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതെന്ന്. എന്നെ കൊണ്ട് അത് അവർക്ക് ഡെലിവർ ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാനൊരു ആക്ടറായിട്ട് സ്റ്റൈൽ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ എന്തിനു വേണ്ടിയാണ് വഴക്കിടുന്നതെന്ന് വെച്ചാൽ ഞാൻ ചോദിക്കുന്നത്, ആദ്യം നിങ്ങൾ പറ, എൻ്റെ മെയിൻ ആംഗിൾ ഏതാണ്? എല്ലാ ആംഗിളിലും അവരെന്നെ ഷോട്ട് എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാനതിന് അഗെയിൻസ്റ്റ് ആയിരുന്നു, കാരണം എന്നെ കൊണ്ട് അതിന് വയ്യ. പക്ഷേ സിനിമ കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായി അവർ പറഞ്ഞതാണ് ശരി, ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. ഒരുപക്ഷെ ഞാൻ ഓൾഡ് ഫാഷൻ ആയിരിക്കാം, ഓൾഡ് സ്കൂൾ കാലത്ത് നിങ്ങളുടെ ഒപ്പം എന്നെ കൊണ്ട് കോമ്പറ്റേറ്റ് ചെയ്യാൻ പറ്റില്ലെന്നേ ഞാൻ സത്യം പറയണം. എന്നെ കൊണ്ട് മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. എന്താണേലും എൻഡ് റിസൾട്ട് ഇസ് ഗുഡ്. എൻഡ് റിസൾട്ട് നന്നായിരുന്നാൽ മതി, അത് തന്നെ നമുക്ക് ആവശ്യം. അത്രത്തോളം ഒരു ലോങ് ജേർണിയിൽ താങ്കൾ തുടക്കകാലത്ത് വേണ്ടാന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച ഏതെങ്കിലും ക്യാരക്ടർ പിന്നീട് നന്നായിരുന്നേന്? ഒരുപാടുണ്ടല്ലോ. ഒരു പടം മിഥുൻ ചക്രവർത്തിക്ക് വലിയൊരു ഹിറ്റായിട്ട് മാറി. അതെ. ആ സിനിമയുടെ പേരെന്തായിരുന്നു? അതെന്തായിരുന്നു? പ്യാർ ചുപ്തനായി. ആ സിനിമയുടെ പ്രൊഡ്യൂസർ ആയിരുന്നു ബുക്കാഡിയ സാർ. അദ്ദേഹം ആദ്യം നീതുവിനോടൊപ്പമായിരുന്നു ആ സിനിമ സ്റ്റാർട്ട് ചെയ്തത്. അദ്ദേഹം ആദ്യം എൻ്റെ അടുത്ത് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിരുന്നു. ആ സിനിമയിൽ ഞാൻ അഭിനയിക്കണമെന്ന് അദ്ദേഹം ഒരുപാട് പ്രതീക്ഷിച്ചു. പക്ഷെ ഞാൻ എന്തുകൊണ്ടത് ചെയ്യാത്തെന്ന് വെച്ചാൽ സമാനേക്കോ ദിക്കാനെ ഡയറക്ടർ നാസർ ഹുസൈൻ ആ സിനിമയിൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്നു. ആ സിനിമയിൽ ഞാൻ നാസർ സാറിന്റെ ടിപ്പിക്കൽ ഹീറോ ആയിരുന്നു. അതായത് വൈറ്റ് ഷൂ, ഷോൾഡറിൽ ഗിറ്റാർ, ടിപ്പിക്കൽ ഇമേജ് ഉണ്ടായിരുന്നു. പിന്നെ പ്യാർ ചുക്താനായില് എന്റെ റോള് വന്ന് ഒരു 4 വയസ്സ് കുഞ്ഞിന്റെ അച്ഛനായിട്ട്. അപ്പൊ ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ അന്നെന്റെ ബുദ്ധി അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അച്ഛന്റെ റോൾ ചെയ്താൽ എന്റെ ഇമേജ് സ്പോയിൽ ആയേക്കൊന്നും, ആ ഇമേജ് കളയാൻ പാടില്ലെന്ന് തന്നെ ഞാനത് ചെയ്യരുന്ന് തന്നെ വിചാരിച്ചേ. പിന്നെ ആ സിനിമ ഒരു സൂപ്പർ ഹിറ്റായി. ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി ഞാൻ ആ സിനിമ വേണ്ടെന്ന് വെച്ചായിരുന്നു. അത് കുഴപ്പമില്ല, ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് എ ഗുഡ് ലക്ക്. സിനിമയിൽ ഇതൊക്കെ സ്വാഭാവികം. ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കും. അംജദ് ഖാന് സംഭവിച്ചു, അതുകൊണ്ടാണ് സോളോ സിനിമ കിട്ടിയത്. ആദ്യം ഡാനിക്ക് സംഭവിച്ചു, പിന്നെ പ്രേംനാഥിന് സംഭവിച്ചു, അതിനുശേഷം സീറോ ഡോൺ അംജിത്തിന്. ഞങ്ങളുടെ ഇൻഡസ്ട്രിയിൽ ഇതൊക്കെ സംഭവിക്കുന്നത് സ്വാഭാവിക. അതായത് പറയുമല്ലോ, മിസ് ദ ബസ് ഗെറ്റ് ദ ബസ്, ഇങ്ങനെയൊക്കെ. പക്ഷെ താങ്കൾക്ക് വളരെ വലിയൊരു ബസ് രാജ് കപൂർ സാർ നൽകിയല്ലേ? അതായത് രാജ് കപൂർ സാർ എൻ്റെ ഒരു ഫാദർ മാത്രമല്ല, എൻ്റെ ഒരു ഗുരുവാണ്. എൻ്റെ ഇത്രയും വളർച്ചയ്ക്ക് കാരണം എൻ്റെ ഗുരുവാണ്, എൻ്റെ അച്ഛൻ. അദ്ദേഹം എന്നെ വെച്ച് 3 സിനിമ എടുത്തു. മേരെ നാം ജോക്കർ, ബോബി, പിന്നെ പ്രേം രോഗ്. 3 സിനിമയുടെയും ഇമ്പോർട്ടൻസ് അദ്ദേഹം ഉള്ള സമയത്ത് എനിക്ക് മനസ്സിലായിരുന്നു നല്ലപോലെ, ഉറപ്പായിട്ടും. അതുകൊണ്ട് ഞാൻ എൻ്റെ അച്ഛന് ഒരുപാട് നന്ദി പറയുവാണ് ഈ വേദിയിൽ. രാജ് കപൂർ സാറിനോടൊപ്പം ജോലി ചെയ്യുമ്പോഴും മറ്റു ഡയറക്ടേഴ്സിനോടൊപ്പം ജോലി ചെയ്യുമ്പോഴും എന്തെങ്കിലും വ്യത്യസ്തത തോന്നിയിട്ടുണ്ടോ? രാജ് കപൂർ സാർ ഒരു നല്ല ആക്ടറും കൂടിയാണ്. അദ്ദേഹം ഒരു ആക്ടറുടെ അടുത്ത് എന്ത് കുറവാ ഉള്ളതെന്ന് അറിഞ്ഞിരിക്കും, എങ്ങനെയാ പെർഫോം ചെയ്യേണ്ടതെന്നും ചെയ്തു കാണിക്കും. അത് ആക്ച്വലി വളരെ എളുപ്പമായിരിക്കും. ഒരു ആക്ടർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കും. എൻ്റെ കാര്യത്തിൽ അങ്ങനെ യാതൊന്നും സംഭവിച്ചിട്ടില്ല. നീ തന്നെ പെർഫോം ചെയ്തോന്ന് പറഞ്ഞ് അദ്ദേഹം വിട്ടു. അതായത് നിങ്ങൾ നോക്കുവാണെങ്കിൽ എൻ്റെ കാര്യം ഞാൻ പറയട്ടെ. ബോബിയിൽ വന്നപ്പോൾ ആദ്യമായിട്ട് എൻ്റെ പാട്ട്, ഞാൻ ഷാഹർ തു നഹി എന്നുള്ള പാട്ട് പാടണം. സോ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ആദ്യത്തെ സിനിമയിൽ ഞാൻ ഹീറോ ആയിട്ട് അഭിനയിക്കും, അതിൽ പാട്ടും കൂടെ പാടാൻ പോവാന്ന്. ഞാൻ സെറ്റിൽ പോയിരുന്നു. അതിൽ ചീഫ് അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു. അതിലൊരു അസിസ്റ്റന്റ് എൻ്റെ കൊച്ചുപ്രായ ഫ്രണ്ട് രാഹുൽ റവീൽ, HS റവീൽ സാറിന്റെ മോനാണ്.
ഇന്ന് ഞാൻ പോയി ചോദിച്ചു, ഇന്ന് ഡാൻസ് മാസ്റ്റർ കൊറിയോഗ്രാഫർ ആരാ വരുന്നതെന്ന്. ഇതുവരെ ആരും വരുന്നില്ലെന്ന് അവൻ പറഞ്ഞത്. അതുകൊണ്ട് എന്തുകൊണ്ട് ആരും ആരാ വരാത്ത ഞാൻ ചോദിച്ചു. ഞാനാണെങ്കിൽ പാട്ട് പാടണം, അതെങ്ങനെ പാടുമെന്ന്. എന്റെ സെറ്റിലോട്ടാണെങ്കിൽ രാജ് സാർ വന്നിരുന്നു. നീ ആക്ട് ചെയ്യണം, അപ്പോ റെഡി ആണോ എന്നും ചോദിച്ചു. അപ്പോഴൊക്കെ ഞാൻ എന്റെ ഫാദറിനെ അച്ഛാ ഡാഡി എന്നൊന്നും പറഞ്ഞ് വിളിക്കില്ല. അച്ഛാ ഡാഡി വിളിക്കാൻ പറ്റില്ല, ഞാൻ മറ്റുള്ള ആർട്ടിസ്റ്റിനെ പോലെ സാറ്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ചോദിച്ചു, സാറ് മറ്റുള്ള ഡാൻസ് പഠിപ്പിക്കാനായിട്ട് ആരും വന്നില്ലെന്ന്. അതിന് അദ്ദേഹം പറഞ്ഞു, എന്തിനാ ആവശ്യം? അദ്ദേഹം പോയി, നീ അവിടെ പോയി നിന്നിട്ട് പാട്ട് പാടുന്നു പറഞ്ഞു. എനിക്കതൊന്നും വരില്ലെന്ന് ഞാൻ പറഞ്ഞു. അതൊക്കെ വരും, പാടി കാണിക്കുന്നു പറഞ്ഞു. അദ്ദേഹം എങ്ങനെ ആലോചിച്ചെന്ന് വെച്ചാൽ, ഒരുപക്ഷെ ഡാൻസ് മാസ്റ്റർ വന്നിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തിനെ കണ്ട് കോപ്പി അടിക്കും, അദ്ദേഹം പറഞ്ഞതുപോലെ. പക്ഷെ അദ്ദേഹം അവരുടെ സീനിയർ ആക്ടേഴ്സ് എന്ത് ചെയ്തോ അതുപോലെ തന്നെ ചെയ്യും. പിന്നെ ജനങ്ങള് ഋഷി കപൂർ രാജേഷ് ഖന്നനെ കോപ്പി ചെയ്യുമെന്ന് പറയും, ധർമ്മേന്ദ്ര പിന്നെ ശശി കപൂറിനെ കോപ്പി ചെയ്യുമെന്ന് പറയും. ഡാൻസ് മാസ്റ്റർ അല്ലേ അതൊക്കെ പഠിപ്പിക്കേണ്ടത്? അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞത്, നീ നിന്റെ ഓൺ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യേ, നിനക്കായിട്ട് നീ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യേ, നീ പാടെന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ മേ ഷാഹിർ തോ നാഹി പാട്ടിൽ ഞാൻ വളരെ ആക്വേർഡായിരിക്കും. പെട്ടെന്ന് കൈ എങ്ങനെ ഞാൻ എടുത്തു വെക്കും, പോലീസിനെ പോലെ. പിന്നെ ഈ സൈഡിലോട്ട് ഞാൻ തിരിക്കും. എനിക്കൊന്നും അറിയില്ല, ഇപ്പോഴും എനിക്കൊന്നും അറിഞ്ഞൂടാ. അപ്പോഴും അറിയില്ല, ഇപ്പോഴും അറിയില്ല. അതാണ് അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഇറ്റ്സ് എ ഗുഡ് എഡ്യൂക്കേഷണൽ മൊമെന്റ് ഫോർ മീ. അതായത് അങ്ങനെ തന്നെ വിട്ടു, വെള്ളത്തിൽ അങ്ങോട്ട് എറിഞ്ഞു, നീ തന്നെ നീന്താൻ പഠിച്ചോന്നും പറഞ്ഞ്. സോ അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് കൈയും കാലും ഇട്ട് അടിച്ച് നീന്തി മുകളിലോട്ട് വന്നിരുന്നത് സാർ. ഉറപ്പായിട്ട് എന്നെ കൊണ്ടും കഴിയുമെന്നൊരു വിശ്വാസം ഉണ്ടായി. മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ, അതായത് എനിക്ക് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ എപ്പോൾ പാട്ട് പാടിയാലും, അതായത് എൻ്റെ വോയിസ് ഉണ്ടാവുമല്ലോ, പിച്ച്, അത് ഞാൻ മാച്ച് ചെയ്യണം. നമ്മൾ ഇടയ്ക്കൊക്കെ കാണും, അതായത് ഈ പാട്ട് പാടുന്ന ഒരു ഹൈ പിച്ചിൽ അങ്ങോട്ട് പാടും. ഇവരൊക്കെ നോക്കുവാണെങ്കിൽ വളരെ കൂളായിട്ട് ഇങ്ങനെ തന്നെ ഹീറോസിനെ പോലെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അത് നമ്മൾ മാച്ച് ചെയ്യണം. ഞരമ്പ് പോലെ ഇവിടെ പൊട്ടുന്ന അളവിനുള്ള മാച്ച് വേണം. അവനവിടെ ശരിക്കും പാടുന്നുണ്ടെന്നുള്ള ഓഡിയൻസിന് വിശ്വാസമാവണം. ഒരു വട്ടം എനിക്ക് രൺബീർ ഫോൺ വിളിച്ചു. അവൻ ഒരു വട്ടം എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, അതെന്താന്ന് വെച്ചാൽ, നിങ്ങൾ എന്തെങ്കിലും ഒരു ടിപ്പ് തരാൻ പറ്റുമോ, എനിക്ക് പാട്ട് പാടാൻ വളരെ കഷ്ടമാണെന്നും പറഞ്ഞ്. ഐ സെഡ്, നീ രാജ് കപൂറിന്റെ കൊച്ചുമോനാടാ, ഋഷി കപൂറിന്റെ മോനായിക്കൊണ്ട് എൻ്റെ അടുത്ത് ചോദിക്കുക. അപ്പോൾ അവൻ എനിക്ക് വരില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നീ നേരെ ഹൈ പിച്ച് പാട്, നിന്റെ അടുത്തുള്ള ഹീറോയിൻ നിന്റെ അടുത്ത് വഴക്ക് പറയുന്ന രീതിക്ക് നീ പാട്, ഇവൻ എന്തിനാ ആവശ്യമില്ലാതെ സൗണ്ട് എടുക്കുന്നതെന്നുള്ള രീതിക്ക്. എൻ്റെ കാര്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ കൂടെ അഭിനയിച്ച ഹീറോയിൻസ് എല്ലാവരും ദയവീത് ഇങ്ങനെ വൃത്തിയായിട്ട കാളരാകാൻ പാടല്ലേ എന്നാ പറയുള്ളൂ. പക്ഷേ ഓഡിയൻസ് ഞാൻ പാടുന്നതാണോ കേൾക്കാൻ പോകുന്നത്? കിഷോർ കുമാർ പാടുന്നല്ലേ വിചാരിക്കുള്ളൂ, റഫി സാർ പാടുന്നേ കേൾക്കുള്ളൂ. അതുകൊണ്ട് സാർ ഞാൻ അതും ആഗ്രഹിച്ചു. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ ഒരു എക്സാം പറഞ്ഞതുപോലെ ഗിറ്റാർ തബല വായിക്കുന്നത്, അതുപോലെ ഞാൻ ഹൈ പിച്ച് പാടുന്ന സമയത്ത് ജനങ്ങൾ ഇവൻ തന്നെയാ പാടുന്നതെന്ന് അങ്ങോട്ട് വിചാരിച്ചോളൂ. ചില സമയം നോക്കുവാണെങ്കിൽ ആരെങ്കിലും അവിടെ പിയാനോയിലിരിക്കും, ഏതോ നമ്മുടെ മേത്ത് അവര് പാവപ്പെട്ട പറയുന്നെന്നുള്ളത് വിചാരിച്ചോളൂ. ചിലരിങ്ങനെ ഗിറ്റാറും പിടിച്ചോണ്ട് അനങ്ങാണ്ട് അങ്ങനെ ഇരിക്കും, ഗിറ്റാർ വായിക്കുന്നത് പോലെ ഒന്നും തന്നെ അവർ ചെയ്യില്ല. അപ്പോ എന്റെ മനസ്സിൽ വെൻ ഐ വാസ് കിഡ്, അപ്പോഴൊക്കെ ഞാൻ നോക്കും, എന്താണത് ഗിറ്റാർ കയ്യിലിരിപ്പുണ്ട് പക്ഷെ വായിക്കുന്നില്ലല്ലോ. പക്ഷെ അന്നേ ഞാൻ തീരുമാനിച്ചു, എന്ന് ഞാൻ സിനിമയിൽ അഭിനയിച്ചാലും ഈ തെറ്റ് ഞാൻ ഒരിക്കലും ചെയ്യില്ല. ശരിക്കും അത് വായിക്കുന്ന രീതിക്ക് തന്നെ ഉണ്ടാവണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചില സമയം ഞാൻ ഷോയ്ക്ക് പോകുന്ന സമയത്ത് എന്നോട് അവർ ഗിറ്റാർ വായിക്കാൻ പറയും, ഞാൻ വായിക്കാൻ അറിയില്ലെന്ന് പറയും. എന്താ സാർ ഞാൻ കണ്ടിട്ടുള്ളത് നിങ്ങൾ വായിക്കുന്നതൊക്കെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, എന്റെ പൊന്നുമോനെ എനിക്ക് അറിഞ്ഞൂടെ എന്നെ വിട്ടേക്കുന്നത്. സോ ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ പഠിച്ചെടുത്തു. എനിക്ക് അറിഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്, അത് നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. വളരെ നന്ദി. ജനങ്ങൾ താങ്കളെ ശരിക്കും സ്നേഹിച്ചിരുന്നു, താങ്കളും ആ സ്നേഹം തിരിച്ചു നൽകിയിട്ടുണ്ട്. താങ്കളുടെ ജീവിതാനുഭവങ്ങൾ താങ്കൾ ജനങ്ങളോടൊപ്പം ഷെയറും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കെ അദാലത്തിൽ ഋഷി കപൂറിനോടുള്ള ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. ചില ന്യൂസുകൾ വന്നിരുന്നു, അദ്ദേഹത്തിനും കാട്രീനയ്ക്കും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന്. ഇപ്പോ അതെ, ഞാനൊരു വാർത്തയിൽ ഇത് പഠിച്ചതാണ്. അതിനു മുമ്പ് വേറെ ഒരാളുടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു, പിന്നെ അതും അങ്ങോട്ട് മൊത്തത്തിൽ പോയി. വെൽക്കം ബാക്ക്. ആപ്കെ അദാലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥി ഋഷി കപൂറാണ്. ആപ്കെ അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ഋഷി കപൂറിന്റെ മേലുള്ള കുറ്റാരോപണം. വിജയം ഇദ്ദേഹത്തെ വളരെ അരഗന്റായി മാറ്റി എന്നുള്ളതാണ്. ഋഷി സാർ, താങ്കൾക്ക് വളരെയധികം സക്സസ് കിട്ടിയിരുന്നു. ഞാനും ഫേമസ് ആണ്, എന്റെ അച്ഛനും ഫേമസ് ആണ്, എന്റെ മുത്തച്ഛനും ഫേമസ് ആണ്, എന്റെ മകനും ഫേമസ് ആണ്, എന്റെ ഭാര്യയും ഫേമസ് ആണ്, എന്റെ അനിയനും ഫേമസ് ആണ്. ഇതൊക്കെ കണ്ടുകൊണ്ടാണോ താങ്കൾ മറ്റുള്ളവരോട് മിസ്ബിഹേവിയർ ചെയ്യാൻ തുടങ്ങിയത്? ഞാൻ ബൈ നാച്ചുറലി അറഗണ്ടാണെങ്കിൽ എന്ത് ചെയ്യാനാണ്? ദാറ്റ് ഈസ് മീ, ടേക്ക് ഇറ്റ് ഓർ ലീവ് ഇറ്റ്. ബട്ട് നിങ്ങൾ പറഞ്ഞ കാര്യമൊക്കെ ശരി തന്നെയാണ്. എൻ്റെ ചുറ്റിനുള്ള ആൾക്കാരൊക്കെ വന്ന് അവരൊക്കെ അവർക്കായി ഒരു പൊസിഷൻ ഉണ്ടാക്കിയെടുത്തു, എല്ലാം സ്ഥാപിച്ചു വെച്ചു. എനിക്ക് വളരെ സന്തോഷമാണ്. അതായത് ഞങ്ങളുടെ ഇൻഡസ്ട്രിയിൽ ഞങ്ങളുടെ കുടുംബം, അവരുടെ ഓരോ ഇൻട്രസ്റ്റും 87 വർഷമായിട്ടുണ്ട്. 87 years in the 100 years at least.
നിങ്ങളൊക്കെ നല്ല രീതിക്ക് സ്നേഹം കാണിക്കുന്നുണ്ട്. ഞാൻ അതിന് ഒരുപാട് നന്ദി പറയുവാണ്. ഇതിങ്ങനെ തന്നെ നടക്കണം. രൺബീറും ഈ ജേണിയിൽ ഇങ്ങനെ തന്നെ പോകണം. കാരണം നിങ്ങളൊക്കെ ഉണ്ടല്ലോ. വളരെ വലിയൊരു കുടുംബമാണ്, നല്ല പേരുള്ളൊരു കുടുംബമാണ്. രാജ് കപൂർ, ഋഷി കപൂർ, ശശി കപൂർ. പക്ഷേ പേര് മാത്രം ചിണ്ടു. പറയൂ, പിന്നെ ഡബ്ബു. കുറച്ചുകൂടെ പറയൂ. അതുകൊണ്ടാണ് ഞാൻ രൺബീറിന് പെറ്റ് നെയിം വെക്കാത്ത. എൻ്റെ ഈ നിക് നെയിം ചിണ്ടു എങ്ങനെ വന്നതെന്ന് അറിയുമോ? ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ മൂത്ത ചേട്ടൻ രൺബീർ കപൂർ എന്നേക്കാൾ 5 വയസ്സ് മൂത്തവനാണ്. അദ്ദേഹം സ്കൂളിൽ ഒരു വലിയ കവിത പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു റിഡിൽ. ഈ റിഡിലിന്റെ മലയാളത്തിൽ എന്തായി പറയുന്നത്? കടങ്കഥ. അതായത് വളരെ ചെറിയ ചിണ്ടു, നീളമുള്ള വാലും. അതായത് ചിണ്ടു എവിടെ പോയാലും ആ വാലും ഒപ്പം പോകും. അതെന്താണ്? അതാണ് സൂചിയും നൂലും. സൂചിയും നൂലിന്റെയും കഥ. അന്ന് തൊട്ട് എൻ്റെ ചേട്ടൻ എന്നെ ചിണ്ടു എന്നാ വിളിച്ചു തുടങ്ങിയത്. ഞാൻ അന്ന് തൊട്ട് എൻ്റെ ചേട്ടൻ്റെ അത് ഭയങ്കര വഴക്കായിരുന്നു. അതായത് നിങ്ങൾക്ക് ചിണ്ടു എന്നല്ലാതെ വേറെ ഒരു പേരും കിട്ടിയില്ല. പക്ഷേ ഈ ചിണ്ടു ഒരു വലിയ ആക്ടർ ആയതിനു ശേഷം താങ്കൾ ഡയറക്ടേഴ്സിനോട് പറയാൻ തുടങ്ങി രാത്രിയിലൊന്നും ജോലി ചെയ്യാൻ സാധിക്കില്ലെന്ന്. ഇതും സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാനൊരു സിനിമ എങ്ങനെയാ റെഫ്യൂസ് ചെയ്തതെന്നും നിങ്ങൾക്ക് പറയാം. ഞാൻ എവിടെയോ ദൂരത്തിലൊരു ഷൂട്ടിങ്ങിലായിരുന്നു. ഒരു പ്രൊഡ്യൂസർ എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു. കഥ കേൾക്കൂ എന്ന് പറഞ്ഞു. അന്നാണെങ്കിൽ എനിക്ക് ഒട്ടും സമയം എന്ന് പറയുന്നില്ല. ഞാൻ വളരെ ബിസി ആയിരിക്കും ആസ് എൻ ആക്ടർ. ഞാൻ ഡബിൾ ഷിഫ്റ്റ് ഒക്കെ വർക്ക് ചെയ്ത്. ഒരു ദിവസം മുംബൈയിൽ 2 ഷൂട്ട് ഉണ്ടായിരുന്നു അന്ന് സ്റ്റുഡിയോയിൽ. 2നും 1.5 മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞത്, നീ ഇങ്ങോട്ട് ഡയറക്റ്റ് വന്നേക്ക്, ഞാൻ ഇവിടെ ഫസ്റ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യുവാന്ന്. 2ാമത്തെ ഷിഫ്റ്റ് ഞാൻ വണ്ടിക്ക് പോകുന്ന വഴിക്ക് നിങ്ങൾ എനിക്ക് കഥ പറഞ്ഞതെന്ന് പറഞ്ഞു. എനിക്ക് അത്രേ സമയം ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അദ്ദേഹം വന്നു, ഇരുന്ന് കഴിച്ചു. 2.5 മണിക്ക് പേക്കപ്പായിട്ട് വണ്ടിയിൽ വന്നിരുന്നിട്ട് അതേ ഇതെന്നൊക്കെ സംസാരിച്ചു. പിന്നെ നിങ്ങളുടെ കഥ ഞാൻ ആരംഭിക്കാൻ പറഞ്ഞു. എന്ത് കഥ ഞാൻ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് കഥ വളരെ എളുപ്പമാണ്, ഒറ്റ രാത്രി കഥയാണിതെന്ന്. അതായത് കഥ ആരംഭിച്ച ഒരു മിനിറ്റ് നിങ്ങൾ എന്താ പറഞ്ഞെന്ന്. അപ്പൊ അതിന് അദ്ദേഹം പറഞ്ഞത് കഥ വളരെ സിമ്പിളാണ്, ഒറ്റ രാത്രി കഥയാണ്. അപ്പൊ ഒരു രാത്രിയിലെ കഥയാണെങ്കിൽ നിങ്ങൾ രാത്രി മാത്രമേ ഷൂട്ട് ചെയ്യുള്ളൂ അതേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ ഡ്രൈവറുടെ പേര് തുക്കാരാം വണ്ടി നിർത്തിക്കോ. അപ്പൊ അദ്ദേഹം പെട്ടെന്ന് എന്താ പറ്റി? ഒരു രാത്രിയിലെ കഥയാണെങ്കിൽ മുഴുവൻ രാത്രികളും നിങ്ങൾ എന്നെ കൊന്നടക്കും. അതുകൊണ്ട് അങ്ങനത്തെ പണി എനിക്ക് വേണ്ട. ഞാൻ ആ പടം വേണ്ടെന്ന് വെച്ച് കമ്മിറ്റായ എല്ലാ രാത്രിയും ഞാൻ വർക്ക് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഞാൻ അത് മുഴുവനും വേണ്ടെന്ന് വെച്ച്. ഞാൻ എന്തോരം ഡിസൊബീഡിയന്റ് ആയെന്ന് വെച്ചാൽ രാത്രി മുഴുവനും ഞാൻ സാഹർ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്നു. സാഹർ സിനിമ ഒരു 45 ദിവസം വരെ ഞാൻ എങ്ങനെയായെന്ന് വെച്ചാൽ രാത്രിയെല്ലാം ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് രാവിലെ വരുമ്പോൾ പിള്ളേരൊക്കെ കൊച്ചു പിള്ളേർ അവർക്ക് സ്കൂളിൽ പോയെന്ന് പറഞ്ഞു. പിന്നെ വന്നിട്ട് നോക്കുമ്പോൾ ഞാൻ എണിക്കുന്ന സമയത്ത് ആരും തന്നെ ഉണ്ടാവത്തില്ല അങ്ങോട്ട്. പിന്നെ എനിക്കെന്തോ ഞാൻ അമേരിക്കയിലുള്ള പോലെ ആയിരുന്നു. ടൈം സോൺ എല്ലാം മാറിപ്പോയി. ഞാൻ രാത്രി മുഴുവനും പണിയെടുക്കുന്നു, എന്നിട്ട് രാവിലെ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടിരിക്കുന്നു. വിസ്കി ബോട്ടിൽ രാവിലെ 6:30 തന്നെ ഓപ്പൺ ആവുന്നു. അതെ, ഉറപ്പായിട്ടും ഞാൻ എന്റെ പണി നല്ല കൃത്യമായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. മുഴുവൻ മനസ്സിനോടുമാണ് ചെയ്തത്. പിന്നെ പാക്കപ്പ് ഒക്കെ ആയതിനു ശേഷം രാവിലെ സൂര്യ നമസ്കാരം ചെയ്തിട്ടായിരിക്കും ഒരു പെഗ് എടുത്ത് ഒറ്റ അടി അടിക്കുന്നത്. എനിക്ക് കാലത്തെങ്ങാനും പാക്കപ്പ് ആയിരുന്നാൽ ഡയറക്ടർ, എൻ്റെ കോ ആർട്ടിസ്റ്റ്, പിന്നെ എൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എല്ലാവരും ഡ്രിങ്ക് കുടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയി കിടന്നുറങ്ങിയേക്കും. സർ, താങ്കൾ ഡയറക്ടറിന്റെ അടുത്ത് പ്രൊഡ്യൂസറിന്റെ അടുത്തൊക്കെ അരഗന്റ് ആയിരിക്കും. പക്ഷെ പബ്ലിക് താങ്കൾക്ക് ഒരു ഉയർന്ന സ്ഥാനമാണ് നൽകിയിരിക്കുന്നത്. പക്ഷെ ഓട്ടോഗ്രാഫ് തരാൻ പോലും താങ്കൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഫോട്ടോ എടുക്കാൻ അനുവദിക്കാറില്ല, ഒരു ഷെയ്ക്ക് ഹാൻഡ് പോലും നൽകാറില്ല. അതായത് നോക്കുവാണെങ്കിൽ ഞാനും മനുഷ്യനാണ്. ഒരു കാലത്ത് നോക്കുവാണെങ്കിൽ എല്ലാവരും ഓട്ടോഗ്രാഫൊക്കെ ചോദിച്ചിരിക്കും. ഒരു വട്ടം ചോദിച്ചാൽ തന്നെ മറ്റേ പ്രസ്സിനെ പോലെ ആൾക്കാർ 10 വട്ടം വന്ന് ചോദിക്കും. ഇപ്പോഴൊന്നും ആരും ഓട്ടോഗ്രാഫ് മേടിക്കുന്നില്ല. നല്ല കാര്യമാണ്. ഇപ്പൊ എല്ലാവരും ഫോട്ടോഗ്രാഫാ. ഇപ്പൊ എല്ലാവരുടെ കയ്യിൽ ഫോൺ എത്തിയതുകൊണ്ട് എല്ലാവരും ഫോണിൽ തന്നെ എടുക്കുവാണ്. പിന്നെ എല്ലാവരും ആ ഫോൺ തന്നെ അങ്ങോട്ട് മേടിച്ചേക്കും. പിന്നെ എല്ലാവരും തന്നെ ഒരുമിച്ചിരിക്കും. അവർക്ക് എന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അത് എന്താന്ന് വെച്ചാല് എനിക്ക് ലേറ്റ് ആവുന്നുണ്ട്, ഞാൻ മറ്റൊരു സ്ഥലത്തോട്ട് പോകണം, ഞാൻ എത്ര സമയം എന്ന് വെച്ചാൽ ഇങ്ങനെ വെക്കുന്നത്, ഇങ്ങനെ തന്നെ സ്മൈൽ ചെയ്തിരിക്കാൻ. അത് വളരെ കഷ്ടമാണ്. സത്യം പറയും, എത്ര സമയം എന്ന് വെച്ചാലാ ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ മനുഷ്യനല്ലേ? അതെ. മറ്റൊരു കാര്യം കൂടി ഞാൻ അറിഞ്ഞു, രൺവീറിനെ കുറിച്ച് ആരെങ്കിലും താങ്കളോട് ചോദിക്കുകയാണെങ്കിൽ താങ്കൾക്ക് ദേഷ്യം വരുമെന്ന്. ഇല്ല, അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമല്ലേ. രൺബീറിനെ കുറിച്ച് പറയുമ്പോൾ, എന്റെ മോനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ വിഷമം വരുന്നത്. ചില പ്രൊഡ്യൂസേഴ്സ് എന്നെ ഫോൺ വിളിക്കും, ചില ഡയറക്ടേഴ്സ് എന്നെ ഫോൺ വിളിക്കും, നിങ്ങളിത് ചെയ്യണമെന്നും പറഞ്ഞ്. ഞാനിത് അവരുടെ അടുത്ത് തന്നെ പറയും, രൺവീർ എന്റെ മോനാണ്, ഞാൻ അവരുടെ സെക്രട്ടറി ഒന്നുമല്ലല്ലോ. നിങ്ങൾ അവൻ്റെ അടുത്ത് സംസാരിക്കണേ, അവന് ഫോൺ വിളിച്ച് കഥ പറയൂ. നിങ്ങൾ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് ഒരു പ്രയോജനം ഇല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഡിസിഷനൊക്കെ ഞാൻ എടുക്കുവാണെങ്കിൽ എന്നാൽ ഞാൻ രൺബീറിനെ ഒരിക്കലും ബർഫി സിനിമയ്ക്ക് അനുവദിച്ചിരിക്കത്തില്ലല്ലോ. ഒരു ചാൻസും ഇല്ല. ഞാൻ ചോദിച്ചു അവനോട്, എന്ത് സിനിമയാണോ ഇത്? ഊമയാണ്, കാതും കേൾക്കില്ല, ഈ സിനിമയിൽ നീ എങ്ങനെ അഭിനയിക്കും ചോദിച്ചത്. സോ എൻ്റെ ഡിസിഷൻ വന്ന് ഈ ജനറേഷനിലോട്ട് അത് തെറ്റായി പോവും. ഇപ്പോൾ ഉള്ള ജനറേഷൻ്റെ തിങ്കിങ് അത് വേറെയാ. എൻ്റെ ജനറേഷനിലെ തിങ്കിങ്ങും അതിൻ്റെ ചിന്ത എല്ലാം ഡിഫറൻ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ തന്നെ വീണോ, നിങ്ങൾ തന്നെ എണീറ്റ് വന്നോ. ചില സിനിമകൾ ഓടും, ചില സിനിമകൾ ഓടത്തില്ല.
നിന്റെ അനുഭവം കൊണ്ട് നിന്റെ എക്സ്പീരിയൻസ് കൊണ്ട് നീ ഒരു ബാങ്ക് ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് ദാറ്റ് ഈസ് ഹൗ ലൈഫ് ഇസ് ഓൾ അബൌട്ട്. ഞങ്ങളെ പോലത്തെ ആക്ടേഴ്സിന്റെ ജീവിതം ഇങ്ങനെയാണ്. പക്ഷേ താങ്കളോട് എപ്പോഴെങ്കിലും രൺവീറിന് എപ്പോ വിവാഹം നടക്കും, അതുപോലെ എപ്പോ ബ്രേക്കപ്പ് ആവും, അങ്ങനെയുള്ള ഇത് ചോദ്യങ്ങൾ നിങ്ങൾ തന്നെ എന്റെ അടുത്ത് പറഞ്ഞാൽ എപ്പോഴാണ് നടക്കുന്ന, ആരുടെ കൂടെയാന്നൊക്കെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എപ്പോ സംഭവിച്ചാലും ഗ്രാൻഡ് ആയിട്ട് നടക്കും, നല്ല അടിപൊളിയായിട്ട് വലിയ രീതിക്ക് നടക്കും കല്യാണം സംഭവിക്കുന്നത്. ചില ന്യൂസുകൾ വന്നിരുന്നു അദ്ദേഹത്തിനും കാട്രീനയ്ക്കും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന്. ഇപ്പോ അതെ, ഞാനൊരു വാർത്തയിൽ ഇത് പഠിച്ചതാണ്. അതിനു മുമ്പ് വേറെ ഒരാളുടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു, പിന്നെ അതും അങ്ങോട്ട് മൊത്തത്തിൽ പോയി. എന്ത് ചെയ്യാനാ, നമ്മുടെ മനസ്സ് കുഞ്ഞുങ്ങളുടെ മനസ്സല്ലേ. അതായത് ഈ തൊഴിലിൽ ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും സീനിൽ അഭിനയിക്കുമ്പോൾ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. അതിന് എക്സാമ്പിൾ ഞാൻ തന്നെയാ. ഞാനും എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നവരുടെ കൂടെയല്ലേ എൻ്റെ മനസ്സ് കൈമാറിയത്. പക്ഷെ താങ്കൾ നീതു മേഡത്തിനെ 5 വർഷമാണ് കാത്തിരിപ്പിച്ചത്. ഇല്ലല്ല, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ വന്ന് 80-ലാന്ന് തോന്നുന്നു ഞങ്ങളുടെ കല്യാണം, 80 ജാനുവരിയിൽ. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഞങ്ങൾ അറിയാം, പക്ഷേ 1 വർഷം കഴിഞ്ഞാണ് ഞങ്ങൾ ക്ലോസ് ആയത്. പിന്നെ ഇവിടെ ഡൽഹിയിലാണ് എൻ്റെ എൻഗേജ്മെൻ്റ് ഒക്കെ നടന്നത്. ഞാനിവിടെ ഡൽഹിയിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു എൻഗേജ്മെൻറ്റിന് വേണ്ടി വന്നതാണ്. അപ്പം എന്നെ പിടിച്ച് എല്ലാവരും കൂടെ ചേർന്ന് എൻഗേജ്മെൻറ്റ് നടത്തി. സോ ഇതാണ് ഡെസ്റ്റിനി എന്ന് പറയുന്നത്. ഇതിനെയാണ് ഡെസ്റ്റിനി എന്നൊക്കെ പറയുന്നത്. കപൂർ ഫാമിലിയുടെ പല പ്രേമകഥകളും ഞങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ട്. പക്ഷേ കൂടുതലും കേട്ടത് നർഗീസ് രാജ് കപൂറിന്റെ പ്രേമമാണ്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഈ കാര്യങ്ങൾ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ചില സമയങ്ങൾ ആർട്ടിസ്റ്റ് പോലും ആയിക്കോട്ടെ, ഡയറക്ടർ ആവട്ടെ, പണിയെടുക്കുന്ന സമയത്ത് ഫ്രണ്ട്ഷിപ്പ് ആകും, നെക്സ്റ്റ് ലെവലിലോട്ട് പോവും. ബിക്കോസ് ഞങ്ങളുടെ പണി വന്നിട്ട് ഒരു ക്രിയേറ്റീവ് വേൾഡ് ആണിത്. ഇതൊരു ഇൻസ്പയറിംഗ് വേൾഡ് ആണ്. ഇത് ക്രിയേറ്റീവ് വേൾഡ് ആയതുകൊണ്ട് ഒരുപാട് പുതിയ കാര്യം ക്രിയേറ്റ് ആവും. എങ്ങനെയും നമ്മളൊക്കെ ഒരു ഹ്യൂമൻ ബീങ്സ് അല്ലേ. മനുഷ്യരല്ലേ പ്രേമിക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് മൃഗത്തിനെ പോയി പ്രേമിക്കാൻ പറ്റില്ലല്ലോ. സോ വി ആർ പാർട്ട് ഓഫ് ദാറ്റ്. ഇറ്റ് ഹാപ്പൻസ് വിത്ത് എവറിബഡി. അതുകൊണ്ട് അത് ചിലപ്പോൾ ഈ കല്യാണം ആയവർക്ക് പോലും ഇതൊക്കെ ചിലപ്പോൾ സംഭവിച്ചെന്ന് വരും. അതൊന്നും ചെയ്യാൻ കഴിയില്ല, അതൊക്കെ താനെ സംഭവിച്ചു പോയേക്കും. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ്, അത്രേ ഉള്ളൂ. പക്ഷേ ഫിലിം ഇൻഡസ്ട്രിയിൽ എല്ലാവരും പറയുന്നത് രാജ് കപൂർ നർഗീസിന്റെ കൂട്ടുള്ള പ്രേമകഥ മറ്റൊരിക്കലും ഉണ്ടായിട്ടില്ലെന്നാണ്. ഇതൊരു കഥ തന്നെയാ. എനിക്ക് ഈ കാര്യം പറയാനായിട്ട് വലിയ നാണക്കേടൊന്നുമില്ല സത്യം പറഞ്ഞാൽ. 2 ഫാമിലിയിലും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരുമിക്കാറുണ്ട്. ബട്ട് ഇറ്റ് ഹാപ്പൻസ്. ഇറ്റ്സ് ഹിസ്റ്ററി. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഹിസ്റ്ററി. വി ആർ റെസ്പെക്ടിങ് ദാറ്റ്. ഓഡിയൻസിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? സർ, എനിക്ക് ഒരു കാര്യം താങ്കളോട് ചോദിക്കാനുണ്ട്. ഇപ്പൊ വരുന്ന സിനിമയെല്ലാം കാണുമ്പോൾ ഫാമിലിയുടെ കൂടെ പോയി കാണാൻ പറ്റില്ലെന്ന് താങ്കൾക്ക് തന്നെ അറിയാം. അതൊന്ന് ഷെയർ ചെയ്യും. നിങ്ങൾ ഈ പറയുന്നത് ഫസ്റ്റ് ഫിലിമായ എന്റെ ബോബി തൊട്ടുള്ളതാണ് ഈ ഗോസിപ്പ്. അച്ഛനും അമ്മയും ഒന്നും ഒരിക്കലും ബോബി സിനിമ കാണാൻ പാടില്ലെന്നേ വിചാരിക്കുള്ളൂ. അതായത് ബോബില് 20 വയസ്സ് പയ്യൻ 16 വയസ്സ് പെണ്ണിനോടൊപ്പം സ്കൂട്ടർ വിളിച്ചോണ്ട് ഓടിപ്പോയെന്നേ. അപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു. ഇതൊരു എക്സാമ്പിൾ ആവാൻ പാടില്ലെന്ന്. ചേടാ, എന്താടോ നമ്മളെ കൊണ്ട് നമ്മുടെ ചെറുപ്പകാലം കളയാൻ പറ്റുമോ? പ്രേമിക്കുന്നതിൽ എന്തിനു വേണ്ടി നമ്മളിങ്ങനെ എതിർത്ത് നിൽക്കുന്നത് പറയൂ. അതല്ലേ ഐ അഡ്വക്കേറ്റ് ദിസ്. ഇത് സംഭവിക്കണം. സർ, എനിക്ക് ചോദിക്കാനുള്ളത്, താങ്കൾക്ക് രൺവീർ കപൂറിന്റെ ആക്ടിംഗ് ഇഷ്ടമാണോ? എന്തെങ്കിലും ഒന്ന് പറ സർ. ഇഷ്ടമാണെന്ന് പറയാൻ ഞാൻ ആരാണ്? ഓരോ അച്ഛനും ഓരോ മകനും ഓരോ വിഷമാണ്, ഓരോ പ്രതീക്ഷയാണ്. ഇന്നത് പബ്ലിക് അതിനുവേണ്ടിയുള്ള ഒരു ഉത്തരം നൽകിയിട്ടുണ്ട്. ജനങ്ങൾക്ക് അവനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ഞാൻ ഒരു ഓഡിയൻസ് ആയിട്ട് നോക്കുവാണെങ്കിൽ എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടു ഒരു സിനിമയില്. അതെന്താണെന്ന് വെച്ചാൽ സർ, താങ്കളുടെ കുടുംബം സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല, സമ്മതിക്കാതിരിക്കാനും പറ്റില്ല. താങ്കൾ പഞ്ചാബിയാണ്. പക്ഷേ താങ്കൾ പഞ്ചാബിയിൽ ഒരു പടം പോലും അഭിനയിച്ചിട്ടില്ല. അത് ഞങ്ങൾക്ക് വളരെ കഷ്ടമായി തോന്നുന്നു. ഓഡിയൻസായ ഞങ്ങൾക്കിതൊരു വിഷമാണ് സർ. നിങ്ങൾ പറയുന്നത് ഞാൻ സമ്മതിക്കാം. നിങ്ങൾ മറന്നെന്ന് തോന്നുന്നു. പൃഥ്വിരാജ് കപൂർ സർ നാനക് നാജിലെ പണിയെടുത്തിട്ടുണ്ട്. രാജ് രാജ് കപൂർ കപൂർ മുത്തച്ഛനോടൊപ്പം ഒരു സിനിമയിൽ പണിയെടുത്തിട്ടുണ്ട്. ഞാൻ പലവട്ടം കുറേ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു നല്ല സ്ക്രിപ്റ്റ് കൊടുക്കണമെന്ന്. ഞാൻ റീസെന്റ് പറഞ്ഞതാ. ഞാൻ ഫ്രീ ആയിട്ട് അഭിനയിച്ച് തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചില പ്രൊഡക്ഷനിലോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ട സിനിമയാണെങ്കിൽ അത് എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ എന്തെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്തു തരാൻ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പഞ്ചാബി മാത്രമല്ല, ഞാൻ എല്ലാ ഭാഷയിലും ചെയ്യാന്നാ പറഞ്ഞേ. ഞാൻ ഉറപ്പായിട്ടും പഞ്ചാബിയാണ്, പക്ഷേ മഹാരാഷ്ട്രയിലാണ് ജീവിക്കുന്നത്. മറാത്തി സിനിമകൾ ചെയ്യും. അത് മാത്രമല്ല, നമ്മൾ ആദ്യം മനുഷ്യരാണ്, അതിനുശേഷമാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ. വളരെ നല്ല ഉത്തരമായിരുന്നു താങ്കൾ പറഞ്ഞത്. പഞ്ചാബിലുള്ളവരും മഹാരാഷ്ട്രയിലുള്ളവരും ഇത് കണ്ട് സന്തോഷപ്പെടും.
ഇപ്പൊ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇദ്ദേഹത്തിനെതിരായ അടുത്ത കുറ്റാരോപണം നമുക്ക് നോക്കാം. ഞങ്ങൾ ആദ്യം വലിയ ബിൽഡപ്പ് തന്നേക്കാം. വലിയ കാറ്, 4 ബോഡി ഗാർഡ്സ്, പിന്നെ കൂളിംഗ് ഗ്ലാസ്, എന്നിട്ട് വളരെ സിമ്പിൾ ആയിരിക്കണമെന്നേ. ഒരുപാട് പേര് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ മസിൽ വേണമെന്നും പറഞ്ഞ് അതിനു വേണ്ടി ചുറ്റിക്കൊണ്ടിരിക്കുവാണ്. എന്നിട്ട് ആ ടൈം അവിടെ സ്പെൻഡ് ചെയ്തപ്പോ ആക്ടിംഗ് മസിലിന് മൊത്തം പോവുകയാണ് അങ്ങോട്ട്. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് ഫിലിം സ്റ്റാർ ഋഷി കപൂറിനോടാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ഋഷി കപൂറിന് മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം നാക്കിനെ നിയന്ത്രിക്കുന്നില്ല എന്നുള്ളതാണ്. ഋഷി സാർ, നീതു മാഡം എപ്പോഴും പറയാറുണ്ട് ഋഷി സാർ എപ്പോൾ എങ്ങനെ എവിടെ വെച്ച് പറയുന്നു ആർക്കും ഗസ് ചെയ്യാൻ പറ്റില്ലെന്ന്. വളരെ കറക്റ്റായിട്ടാ പറഞ്ഞു. അതായത് നോക്കുവാണെങ്കിൽ ഞാൻ വന്ന് ഈ ഡിപ്ലോമസി എന്ന് പറഞ്ഞ് പഠിച്ചിട്ടില്ല. അതാണ് സത്യം. മനസ്സിൽ എന്താണോ ഉള്ളത് അതേ സംസാരിക്കുള്ളൂ. അതായത് എൻ്റെ കാര്യത്തിൽ ഇതൊരു ഷോർട്ട് കമ്മിങ് ആണ്. അതായത് ഞാൻ ആലോചിക്കത്തില്ല, സംസാരിച്ചേക്കും. അപ്പൊ ടേബിളിന്റെ അടിയിൽ നിന്ന് താങ്കൾക്ക് അടി വീഴാറില്ലേ? എനിക്ക് എന്തോ ഒരു മാർഗം ഉണ്ടെന്ന് കാണിക്കണോ? ഇല്ല, അങ്ങനെ സംഭവിക്കും. അപ്പോ രൺവീറിന്റെ ആദ്യ സിനിമയായ സാവരയുടെ സെറ്റിൽ വന്ന് അതുപോലെ എന്തോ സംസാരിച്ചെന്നാ കേട്ടത്. അതെ, സംസാരിച്ചു. എന്താന്ന് പറയണോ? തീർച്ചയായും പറയൂ. എന്താ പറ്റിയെന്ന് വെച്ചാൽ സഞ്ജയ് ലീല ബൻസാരി എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. അടിപൊളി ഡയറക്ടറാണ് അദ്ദേഹം. ഒരുപാട് സിനിമകൾ ഡയറക്ട് ചെയ്യുന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിരുന്നു. സിനിമ ആരംഭിച്ചു സവറിയ. സെറ്റിലോട്ട് വന്നിട്ട് എല്ലാവരെയും ആശീർവാദം ചെയ്തിട്ട് പോകണമെന്ന് പറയുമ്പോൾ ഞാൻ എല്ലാവരും കോൺഷ്യസ് ആവില്ലെന്നാണ് ചോദിച്ചത്. ഞാൻ സെറ്റിലോട്ട് എത്തിയാൽ പിന്നെ പിള്ളേരെല്ലാവരും പേടിച്ചൊരുമാതിരി നെർവസ് ആയി പോവും. പക്ഷെ അദ്ദേഹം നിങ്ങൾ ഉറപ്പായിട്ടും വരണമെന്നും പറഞ്ഞു. ഇന്നലെയും പറഞ്ഞു കമോൺ ലെറ്റ്സ് ഗോ, പോവാം, അവർക്കൊരു എനർജി ആയിക്കോട്ടെ എന്നൊക്കെ. ശരി, പോവാൻ തീരുമാനിച്ചു. ഞങ്ങൾ സെറ്റിലോട്ട് പോയി. ഞങ്ങൾ ആ സെറ്റിലോട്ട് സ്റ്റുഡിയോയിലോട്ട് പോയതും വളരെ സൂപ്പറായിട്ട് അവരത് ചെയ്തത്. ഞാനകത്ത് എൻട്രായി പോയതും അല്ല, ഇത് ഏതാ സ്ഥലം എന്നാണ് ഞാൻ ചോദിച്ചത്. ഏത് സ്ഥലമായത്? ഞാൻ കുറേ സമയം എൻ്റെ അടുത്ത് തന്നെ സംസാരിച്ചോണ്ടിരിക്കുക. ഈ സ്ഥലത്ത് ബുദ്ധനും ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. പുറത്ത് RK സ്റ്റുഡിയോ എന്നുള്ളൊരു ബോർഡുണ്ട്. പിന്നെ വെനിസ് സ്ട്രീറ്റും ഉണ്ട്. ഈ സൈഡിലാണെങ്കിൽ ടർക്കിഷ് മാർക്കറ്റുണ്ട്. കാണാൻ തന്നെ ഭയങ്കര വ്യത്യസ്തമായൊരു സെറ്റായിരുന്നു അത്. അപ്പം ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ നീതുവിൻ്റെ അടുത്താണ് പറഞ്ഞത് എന്ത് സ്ഥലം ഇത്, ഏതാ സെറ്റ് ഇത്, എവിടെയാ വന്നത്, എങ്ങോട്ടായി പോകുന്നതെന്ന്. അപ്പം അവൾ എന്നെ പെട്ടെന്ന് വാടയ്ക്കുന്നു. ഞാൻ ചോദിച്ചത് എന്താ ഇത്, എന്തിനാ വാടയ്ക്കേണ്ടതെന്ന്. എന്നിട്ട് നോക്കുവാണെങ്കിൽ മുകളിലുള്ളത് ലൈറ്റിംഗ് സിസ്റ്റം ഒക്കെ എനിക്ക് വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. വലിയ വലിയ കണ്ണാടിയൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ക്യാൻഡിൽസ് എനിക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു എനിക്കെല്ലാം കൂടെ. അതിനുശേഷം ഞാൻ എന്തൊക്കെയോ അങ്ങനെ ആലോചിക്കാൻ ആരംഭിച്ചു. ഏത് സ്ഥലമായത്, ഏതാ പടം ഇത്, എന്തിനെക്കുറിച്ചായി പടം എടുക്കുന്നത്. ഇങ്ങനെയൊന്നും അവിടെ സംസാരിച്ചിരിക്കാൻ പാടില്ല. ഐ നോ ഐ എം എ ഡിപ്ലോമാറ്റിക് പേഴ്സൺ. തോളം സംസാരിക്കാൻ പാടില്ലായിരുന്നു. വായാടില്ലല്ലോ. അതായത് നമ്മുടെ ഫിലിം സ്റ്റാർ രാത്രിയിൽ ഒരു കറുത്ത കണ്ണാടി ധരിച്ച താങ്കൾക്ക് എന്താണ് കുഴപ്പം? അത് ഇതൊക്കെ ഒരു പ്രോബ്ലം ആണ്. പ്രോബ്ലം അല്ലേ? ഞാൻ വിചാരിക്കും ഇടയ്ക്ക് കറുത്ത കണ്ണാടി ഇടുന്നോണ്ട് അതിന്റെ ഒപ്പം ഒരു ടോർച്ച് കൊണ്ടുണ്ട് അവിടെ കണ്ണ് കാണാനായിട്ട്. അതായത് രാത്രിയിൽ അങ്ങനെ എന്ത് വെളിച്ചമാണ് കണ്ണിനെ കഷ്ടപ്പെടുത്തുന്നത്, കണ്ണിനെ നിങ്ങൾക്ക് ഒത്തിരി അങ്ങോട്ട് ഇതാവുന്നത്. എന്തിനാ രാത്രി കറുത്ത കണ്ണട ഇടുന്നത്? എനിക്കിപ്പോഴും ഒരു കാര്യം അറിയാൻ മേല. ഈ ആക്ട്രസ് ഒക്കെ ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഞങ്ങളുടെ ജനറേഷൻ ഞങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ടേ ഇല്ല. അതായത് രാത്രി നോക്കുവാണെങ്കിൽ 2 മണിക്ക് രാത്രി 2 മണിക്കാണ് ഫ്ലൈറ്റിൽ പോകുന്നത്. കണ്ണടയാണ് ഇട്ടേക്കുന്നത്. തൊപ്പി പിന്നെ രാത്രി വെയിലടിക്കുന്നുണ്ടെന്നും തോന്നുന്നു എനിക്ക്. ബട്ട് രാത്രി കണ്ണട കണ്ണിലിട്ടുണ്ട് എന്തിനാടാ വെളി പോകുന്നത് നിങ്ങള്? ഈ വൃത്തികെട്ടവന്മാർക്ക് എന്തോരം പറഞ്ഞാലും മനസ്സിലാവില്ല. ഹീറോയിൻസ് ഒക്കെ മനസ്സിലാക്കുന്നുണ്ട്, ഈ ആമ്പിള്ളേരെ മനസ്സിലാക്കാത്തത്. അതായത് ഞാൻ വന്ന സ്കൂൾ ഇങ്ങനെയാണ്, എന്റെ തിങ്കിങ് ഒക്കെ ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാന്നൊന്നല്ല, ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. നിങ്ങളെ കൊണ്ട് തടയാൻ പറ്റില്ല. മനസ്സിൽ തോന്നുന്നത് അങ്ങനെ തന്നെ പറയും. ഈ ഫിലിം സ്റ്റാറിനോടൊപ്പം എപ്പോഴും ഒരു ബോഡി ഗാർഡ്സ് കാണും. അതെ, താങ്കൾ അവരെയും കളിയാക്കുകയല്ലേ? ഞാൻ ബോഡി ഗാർഡ്സിനെ ഒന്നും കമന്റ് അടിച്ചില്ലല്ലോ. ഇപ്പൊ ഇരിക്കുന്ന ഈ കാലത്ത് ഒരുപാട് പേര് വന്ന് ആക്ടർ പോപ്പുലാരിറ്റി ഉണ്ട്. ഒരുപാട് പേര് ഫോൺ ഉള്ളത് കൊണ്ട് ഫോട്ടോ എടുക്കാനായിട്ട് വരുന്നുണ്ട്. പിന്നെ എല്ലാവരുടെയും ഫോൺ ഉള്ളത് കൊണ്ട് ക്യാമറയിൽ ഫോട്ടോ എടുക്കാനായിട്ട് കുറച്ച് ക്രൗഡൊക്കെ കൺട്രോൾ ചെയ്യണം. കാര്യം പറഞ്ഞിരുന്നു, ഈ ഹോളിവുഡ് ആർട്ടിസ്റ്റ് ഒക്കെ എങ്ങനെ റോഡിൽ കൂടെ നടക്കുന്നു എന്നുള്ള കാര്യം. ഹോളിവുഡ് ആർട്ടിസ്റ്റ്. അതെ അതെ, നിങ്ങൾ അതിനെ കുറിച്ചാ പറയുന്നല്ലേ? പക്ഷേ ഇവിടെയുള്ള ആർട്ടിസ്റ്റുകൾക്ക് അത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ എന്നെ കുറിച്ച് ഒരുപാട് റിസർച്ച് ചെയ്തെന്ന് തോന്നുന്നു. ഞാൻ ഒരു പ്രാവശ്യം മിസ്റ്റർ ഗ്രെഗറി പെർക്ക്, എൻ്റെ അച്ഛൻ അന്ന് ന്യൂയോർക്കിലായിരുന്നു എൻ്റെ അച്ഛൻ. അതായത് അന്നൊരു ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിനൊരു ട്രീറ്റ്മെന്റ് ആയിരുന്നു.
അപ്പോൾ ഗ്രിഗറി പ്രഗ് സാറിൻ്റെ വൈഫും എൻ്റെ വൈഫും ഫ്രണ്ട്സ് ആയിരുന്നു. അവരൊക്കെ നല്ല ഫ്രണ്ട്സാണ്. സോ മിസ്റ്റർ ഗ്രിഗറി പ്രഗ് അവരുടെ മിസ്സസ് എൻ്റെ ഹോട്ടലിൽ വന്നിരുന്നു കാണാനായിട്ട്. അതായത് യുനോ വെരി സിമ്പിൾ പീപ്പിൾ. പിന്നെ ഒരു കാര്യം പറയണം, ഗ്രിഗറി പ്രഗ് വാസ് 6'8" to 6'9", ഭയങ്കര ഹൈറ്റുള്ള മനുഷ്യനാണ്. എനിക്ക് ഭയങ്കര പൊക്കം കുറവാണ്. അദ്ദേഹത്തിന് മുമ്പ് ഞാൻ ഇത്ര ഉണ്ടാവുള്ളൂ. അതായത് ആഫ്റ്റർ മീറ്റിംഗ് ഹിം അദ്ദേഹം ഒരു റിക്വസ്റ്റ് ചെയ്തിരുന്നു എനിക്ക്. ശരി, ഓക്കെ, ഞങ്ങൾ ഇറങ്ങുവാണ്, വി വിൽ ലീവ്. താഴെ വന്നിരുന്നു ആ നിറഞ്ഞ റോഡിൽ, മിനാട്ടലിൽ ഫുൾ റോഡിൽ ആ സെൻറ്ററിൽ അദ്ദേഹം അന്ന് മറ്റേ ആ സമയത്ത് ഫോണൊന്നും ഇല്ല കേട്ടോ. സോ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അന്ന് അദ്ദേഹം ടൈമിംഗ് പറഞ്ഞപ്പോൾ ആ ടൈമിങ്ങിനെ വരാൻ പറ്റുള്ളൂ ആ ഡ്രൈവർക്ക് അന്ന്. അതാണ് കാര്യം. ആളുകൂടിയ റോട്ടില് ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റുമാണ്, വണ്ടികൾ അത്രയും പോകുന്നുണ്ട്, ഒരുപാട് പേര് നിൽപ്പുണ്ട്. ഒരുപാട് പേര് അദ്ദേഹത്തിനൊന്ന് ഷെയ്ക്ക് ഹാൻഡ്സ് കൊടുത്തു. ചിലവരാണെങ്കിൽ ഫോട്ടോ എടുത്തിട്ടുണ്ട്. വളരെ പേഷ്യൻസിനോടൊപ്പം അദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ഫാൻസിനെയൊക്കെ ഒബ്ലിഗേറ്റ് ചെയ്തു. ഞാൻ ഇന്നും ആലോചിക്കുവാണ്, ഇന്നൊരു ആക്ടറിന്റെ ഒരു സിനിമ റിലീസായാൽ മതി, അവരെല്ലാവരും കൂടെ അവർക്ക് എന്തോ ഒരു ബോഡി ഗാർഡ്സ് ഉണ്ടോ അത്ര ഫാൻസ് പോലും ചിലപ്പോൾ കാണില്ല. അത്രയും ബോഡി ഗാർഡ്സ് വേണം അവർക്ക്. സോ ഐ ഗെസ് ഇതിപ്പോൾ ഒരു സ്റ്റൈലായി മാറിപ്പോയി. ഞാൻ ഇതുപോലെ ഒരുപാട് ആർട്ടിസ്റ്റിനെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ചിലർ റോട്ടിൽ നടന്നു പോകുമ്പോൾ ആരും, അങ്ങനെയാണ് ഞാൻ ഒരു വട്ടം ഡെമി മൂറിനെ കണ്ടത്. നടന്നു പോകുന്ന സമയത്ത് ഡസ്റ്റൻ ഹോപ്പ് സാറിന്റെ പ്ലേ കണ്ടിട്ടുണ്ട് ഞാൻ. അതായത് അദ്ദേഹത്തിനെ ഞാനാണ് കാണാൻ പോയത്. അല്ല, ഇതിനെക്കുറിച്ച് പറയാമോ എനിക്ക്? ഒരു വട്ടം ഞാൻ അദ്ദേഹത്തിന്റെ പ്ലേ കാണാൻ പോയിരുന്നു, മെർച്ചന്റ് ടു വെനിസ്, ലണ്ടനിൽ. സ്പെഷ്യലി ആ പ്ലേ കാണാനാണ് പോയത് ലണ്ടനിൽ. ഓക്കെ, അവിടെ വന്ന് സെറ്റിലായ നമ്മുടെ ഈ ഇന്ത്യൻ ആൾക്കാരുണ്ടാവുമല്ലോ, അവിടെ ഒരു ആക്ട്രസ് എന്ന് പറഞ്ഞാൽ അവർ വല്ലാണ്ട് ഇംപ്രസ് ചെയ്യും. റോൾസ് റോയ്സ് ഉണ്ടല്ലോ, ആ വണ്ടി എടുത്തുകൊണ്ടാണ് എന്നെ ഹാളിലോട്ട് അവർ വിളിച്ചോണ്ട് പോയതൊക്കെ. അത് അബ്രോഡിൽ അന്ന് ആ പ്ലേസ് നടക്കുന്ന സമയത്ത്. അപ്പം ഞാൻ റോൾസ് റോയ്സിലായിരുന്നു പോയത്. എന്നെക്കൊണ്ട് എപ്പോൾ വിചാരിച്ചാൽ ആ വണ്ടിയിൽ പോകാൻ കഴിയും. എന്നെ പിക്ക് ചെയ്യാനായിട്ട് വന്ന പിന്നെ ഡസ്റ്റൻ ഹോപ്പ് സാർ പ്ലേ ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു. അദ്ദേഹം അന്ന് ഷൈലോക്കിൻ്റെ റോളായിരുന്നു പ്ലേ ചെയ്തത്. പുള്ളി അത് പൊളിച്ചടിക്കെന്ന് പറയാം. അതായത് എങ്ങനെയാണ് ഏർപ്പാട് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ, പ്ലേ കഴിഞ്ഞ അടുത്ത സെക്കൻഡ് അദ്ദേഹത്തെ കാണുന്ന രീതിക്കാണ്. അതിനുശേഷം ബാക്ക് സ്റ്റേജിൽ ചെന്നിട്ട് ഞാൻ അദ്ദേഹത്തിനെ കണ്ടിരുന്നു. അദ്ദേഹവും വളരെ നന്നായിട്ട് സംസാരിച്ചു. പിന്നെ വളരെ മര്യാദയോടെ എല്ലാവർക്കും അൺലൈക്ക് മീ ഓട്ടോഗ്രാഫൊക്കെ ഇട്ട് കൊടുത്തു. ചിലർ പൂവൊക്കെ കൊടുത്തിരുന്നു. ബ്രിട്ടനിൽ വളരെ വില കുറഞ്ഞ വണ്ടിയായിരുന്നു അത്. എനിക്ക് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ആ വണ്ടിയുടെ പേരാണ് ഫോർഡ് എസ്കോർട്ട്. ഫോർഡ് എസ്കോർട്ട് എന്ന് പറഞ്ഞൊരു കാർ ഉണ്ടായിരുന്നു. ഡസ്റ്റൻ ഹോപ്പ്മാൻ സാർ അത്ര വലിയൊരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിന് അതായിരുന്നു അന്ന് കാറ്. കണ്ടില്ലേ അവർ ഡൗൺ ടു എർത്ത് എത്ര സിമ്പിൾ ആണെന്ന്. പക്ഷെ ഞാൻ എന്താന്ന് വെച്ചാൽ റോൾസ് റോയ്സിലാണ് പോയത്. എനിക്ക് എന്തോ ഒരു സങ്കടം ഉണ്ടായെന്ന് വെച്ചാൽ അന്ന് ദിസ് ഇസ് കോൾഡ് ഹ്യൂമാനിറ്റി. എന്നെ റോൾസ് റോയ്സിൽ വിളിച്ചോണ്ട് പോകാനായിട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. എന്റെ ഫ്രണ്ടാണ് എന്നെ വിളിച്ചോണ്ട് പോയത്. ദീസ് പീപ്പിൾ ആർ ലൈക്ക് വെരി സിമ്പിൾ പീപ്പിൾ. നമ്മളാണ് ഓവർ ബിൽഡപ്പ് ചെയ്യുന്നത്. വലിയ കാറ്, ബോഡി ഗാർഡ്, കറുത്ത കണ്ണട, ഇങ്ങനത്തെ എല്ലാം. ഒന്ന് സിമ്പിളായിട്ടിരിടാ. ഇപ്പോഴത്തെ ഈ ബോഡി ബിൽഡിംഗ് ഒക്കെ കണ്ടിട്ട് താങ്കൾക്ക് സങ്കടം തോന്നാറുണ്ടോ? അല്ല, ഇത് നോക്കൂ, ഹെൽത്തി ആവുന്നത് ഒരു പ്രയോറിറ്റിയാണ്. ഞങ്ങളുടെ സമയത്ത് അങ്ങനെയൊന്നും ഇരുന്നിട്ടില്ല, പിന്നെ അതിൻ്റെ ആവശ്യവുമില്ലായിരുന്നു. ഇപ്പം ഞാൻ എന്താ കാണുന്നതെന്ന് വെച്ചാൽ, ഒന്ന് വിഷമിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, രജിത് സാർ, ഒരുപാട് പേര് നോക്കുവാണെങ്കിൽ മസിൽ ഉണ്ടാക്കാനായിട്ട് അവർ വളരെയധികം ശ്രദ്ധ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആക്ടിങ് മസിൽ മുഴുവനും പോയേക്കുക. അതായത് ഇത് എൻ്റെ അഡ്വൈസ് ആയിട്ട് പോലും ഇരുന്നോട്ടെ. അതായത് ഞാൻ ഒരു വലിയ വലിയ സെലിബ്രിറ്റി ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിൻ്റെ ഒപ്പം കുറച്ച് ആക്ടിങ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് നന്നായിരുന്നേനെ. അതായിരിക്കും അവർ പറഞ്ഞു വന്ന കാര്യം. മസൂസിനോടൊപ്പം കാണുമ്പോൾ നന്നായി ഇരിക്കുമല്ലേ. ബച്ചൻ സാറൊന്നും മസൂൾസ് വെച്ചോണ്ടിരിക്കുന്നില്ലല്ലോ. അദ്ദേഹത്തിന് മസിൽ ഇല്ലാത്തതുകൊണ്ട് ഹിറ്റായില്ലെന്ന് ആരെ കൊണ്ട് പറയാൻ കഴിയില്ല. ഇറ്റ് ഈസ് ഗുഡ് ടു ബി ഹെൽത്തി, ഗുഡ് ടു ബി ഹെൽത്തി. ഇപ്പൊ ഇരിക്കുന്ന ഈ ജനറേഷൻ നോക്കുവാണെങ്കിൽ വെരി കോൺഷ്യസ് അബൌട്ട് ദെയർ ബോഡി. പക്ഷെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഇതെന്റെ ആലോചനയാണ്, ഒരു ആക്ടർ ക്യാമറ ഫേസ് ചെയ്യുന്ന സമയത്ത് അവർ 6 പാക്ക് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജ് തന്നെ മാറിപ്പോവും. അവരുടെ കോൺസെൻട്രേഷൻ എല്ലാം ബോഡിയിലായിരിക്കും, ആക്ടിങ് എല്ലാം മറക്കും. ഞാനും ഇതിങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. അവരുടെ സ്റ്റാൻസ് നോക്കുവാണെങ്കിൽ, അവരുടെ ബോഡി ലാംഗ്വേജ് നോക്കുവാണെങ്കിൽ എല്ലാം മാറിയേക്കും. ഇപ്പം നോർമൽ ആണെങ്കിൽ നമുക്ക് ക്ലാപ്പ് വരും, സ്റ്റാർട്ട് സൗണ്ട് ക്യാമറ, ഓക്കെ ആക്ഷൻ പറഞ്ഞാൽ അവരുടെ ലുക്ക് തന്നെ മാറിയേക്കും. അതായത് അവരുടെ സ്റ്റാൻസ് ഇങ്ങനെ തന്നെ ആയിരിക്കും. എൻ്റെ പൊന്നുമോനെ, ഇതിനു മുമ്പ് നീ നന്നായിട്ടല്ലേ ഇരുന്നേ. ഇപ്പോഴും നാച്ചുറലി ആക്ട് ചെയ്യേ. നൗ യു ബിക്കേം കോൺഷ്യസ് ബിക്കോസ് യു വെരി ഗുഡ് ആബ്സ്, വെരി ഗുഡ് ബോഡി, സോ വി ഹാവ് ടു ഷോ ഇറ്റ്. ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഇതാണ് പറഞ്ഞത്, ഇതാണ് പറയാൻ വന്ന കാര്യം. ഇപ്പൊ നോക്കുകയാണെങ്കിൽ, അതായത് അമീർ ഖാൻ ആദ്യം വെയിറ്റ്, അതെ, അത് ഞാൻ പറഞ്ഞേ പറ്റുള്ളൂ. അദ്ദേഹം റോൾ പ്ലേ ചെയ്തിട്ടുണ്ടല്ലേ. ആദ്യം വെയിറ്റ് കൂട്ടി, പിന്നെ വെയിറ്റ് ലോസ് ചെയ്ത് അതിനു വേണ്ടി തന്നെ. അത് മാത്രമല്ല, അതൊരു റെസ്ലറിന്റെ റോളാണ്. തന്റെ ജോലിക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്.
താൻ ആരംഭം തൊട്ടേ ഇങ്ങനെ തന്നെയാണ്. അതായത് ആമിർ പഴയ സ്കൂളല്ലേ, പിന്നെ എങ്ങനെയാണ് ആക്ടിങ്ങിൽ തോൽപ്പിക്കാൻ? അതുപോലെ തന്നെയാണ് സൽമാൻ ഖാൻ. എല്ലാരും ചെയ്തിട്ടുണ്ട്. സൽമാൻ ഖാൻ, ഷാറൂഖ്, അക്ഷയ് കുമാർ എടുത്തോളൂ. ഹീസ് സോ ഹെൽത്തി, ഹീസ് സോ ഫിറ്റ്. ഇപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ രൺബീർ ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഹീസ് പ്ലേയിങ് എന്തോ ഒരു റോളുണ്ട്, അതിനുവേണ്ടി ബോഡി ബിൽഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ പോസൊക്കെ കൊടുത്തോട്ട് ഇങ്ങനെ ഒന്നും വേണ്ട. ഋഷി സർ, താങ്കളുടെ പേരിൽ ധാരാളം കോൺട്രവേഴ്സീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിരുന്നു. അതിനെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനും ഉണ്ട്. ഇപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ഋഷി കപൂറിനോടുള്ള ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. ഞാനൊരു ആർട്ടിസ്റ്റാണ്, എനിക്ക് പൊളിറ്റീഷ്യൻ ആവാൻ ആഗ്രഹമില്ല. ഞാൻ ആർട്ടിസ്റ്റാണ്, എന്നും ആർട്ടിസ്റ്റ് തന്നെയാണ്. താങ്കൾക്ക് പൊളിറ്റീഷ്യൻ ആകാൻ ആഗ്രഹമില്ല, പക്ഷേ മോദിജി ലണ്ടനിൽ സംസാരിക്കുമ്പോൾ അത് പ്രശംസിക്കുകയാണല്ലോ. എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ മോദിജി പറയുന്നത് കറക്റ്റ് തന്നെയാണ്. പക്ഷേ താങ്കൾ മോദിജിയെ പ്രശംസിക്കുന്നു, സ്മൃതിയെ പ്രശംസിക്കുന്നു, പക്ഷേ രാഹുൽ ഗാന്ധിയെ പ്രശംസിക്കുന്നില്ലല്ലോ. അദ്ദേഹം നന്നായിട്ട് ഞാൻ സംസാരിക്കുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് ട്വീറ്റ് ചെയ്ത് സംസാരിക്കാൻ അദ്ദേഹം അങ്ങനെ ചെയ്തില്ലല്ലോ. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥി ഋഷി കപൂർ. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ഋഷി കപൂറിന് മേലുള്ള കുറ്റാരോപണം. എല്ലാ കാര്യങ്ങളിലും ഇദ്ദേഹം കമന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഋഷി സാർ, ഇപ്പോൾ താങ്കൾക്ക് ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളിൽ പോലും താങ്കൾ ട്വീറ്റ് ചെയ്യുന്നു. അതിനെക്കുറിച്ചൊക്കെ ട്വീറ്റ് ചെയ്യുകയാണ്. ബീഹാറിലും മദ്യനിരോധനം ആയതുകൊണ്ട് ഞാൻ ബീഹാറിലേക്ക് ഇനി പോകില്ലെന്ന് പറയുന്നു. ഇതൊക്കെ എന്റെ ആലോചനയാണ്. പ്രൊവിഷൻ ഓരോ പ്രാവശ്യവും വരുമ്പോൾ ഫെയിൽ ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. പ്രൊഹിബിഷൻ കൊണ്ട്, പ്രഷർ കൊണ്ട്, നിങ്ങൾ എന്താണോ ചെയ്യേണ്ടെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അണ്ടർവേൾഡ് ക്രിയേറ്റ് ആവുന്നത്. പോലീസ് അത് അന്യായമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. തെറ്റെന്ന് പറയുന്നത് കള്ളുകൂടിയാണ്. ലഹരി വസ്തുക്കൾ വിൽക്കുന്നുണ്ട്. പിന്നെ ജനങ്ങള് ലഹരി വേണോന്ന് ആഗ്രഹിക്കുന്നവര്, അത് ഉപയോഗിക്കുന്നവര് തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. അവരെങ്ങനെയാണെങ്കിലും അത് ചെയ്യുന്നതാ. ഇപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെയുള്ള പല പൊളിറ്റീഷ്യൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പോലീസ് ആയിക്കോട്ടെ, തെറ്റായവരായിക്കോട്ടെ, ഇതൊക്കെ അവർക്ക് ഭാഗമായിട്ട് മാറും. പിന്നെ എന്തു പറ്റും? ജനങ്ങൾ അതിൽ കുടുങ്ങും. ജനങ്ങൾ അതിൽ കുടുങ്ങിയിട്ട് എനിക്കതിലൊന്നും കുടുങ്ങാൻ ആഗ്രഹമില്ല. പക്ഷേ അവിടുത്തെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ പറയുന്നത് എന്തോ താങ്കൾ ദിവസവും ബീഹാറിൽ വരുന്നത് പോലെ ഇനി വരില്ലെന്ന് പറയുന്നത്. എന്തേലും ഒരു കാര്യം കമ്പൾഷൻ ആയിട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ഗുണം അത് ഒരു വട്ടം ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം വരും. കറക്റ്റ് അല്ലേ? ലെറ്റ് ദ ഡിസിഷൻ ഓൾ ബി ദേർ. വി ആർ ഓൾ ലിറ്ററേറ്റ് നേഷൻ നൗ. നമ്മള് 2000 ഒക്കെ പാസ് ചെയ്താ ഞാൻ പോകുന്നത്. സമ്മതിക്കാണ്. ഡ്രിങ്കിങ്ങിൽ അതുപോലെ മദ്യപാനത്തിൽ താങ്കൾക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. പക്ഷേ ആസാറാം ബാപ്പു, രാധേ മാ, ഇവരെ ആരെയും താങ്കൾ വെറുതെ വിട്ടില്ലല്ലോ. ഞാൻ എന്താ തെറ്റ് പറഞ്ഞേ? ഞാൻ ഓരോ വട്ടവും പറയും, നിങ്ങളുടെ ഇൻസെക്യൂരിറ്റി ഒരു മനുഷ്യനെ കുറച്ച് ഇന്റലിജൻസ് ഉള്ളവര് നിങ്ങളുടെ ഇൻസെക്യൂരിറ്റി ഒക്കെ ഉപയോഗിച്ചിരിക്കും. കാരണം നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് അവരത് ഉപയോഗിക്കുന്നത് നിങ്ങളെ വെച്ച്. താങ്കൾ രാധേമായുടെ ഫോട്ടോ എടുത്ത് ഇവർക്ക് കണ്ണാടി ഇല്ലെങ്കിൽ ബപ്പി ലഹരിയെ പോലെ ഞാൻ ആരുടെയും മനസ്സ് കഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. എന്താന്ന് വെച്ചാല് ആരെങ്കിലും ഹേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ കളിയാക്കാനോ അല്ല എന്റെ. ഇതാര്? ഇതേത് ഗുരുമാത ഗുരു? ഇവരെന്നെ സ്വർണത്തിൽ തന്നെ കുളിച്ചിരിക്കുന്നത്. ഇവരെ കാണാൻ എന്താ ഈ ബബിലഹരിയുടെ അനിയത്തിയെ പോലെയുള്ളതെന്ന് ഞാൻ വിചാരിച്ചത്. ഇപ്പൊ അവർക്ക് ഫോളോവേഴ്സ് ഉണ്ടാവാം, ജനങ്ങൾ അവരുടെ മേത്ത് വിശ്വാസം വെച്ചുണ്ടാവാം. എനിക്ക് അവരുടെ മേത്ത് ഏതൊരു പേഴ്സണൽ അജണ്ടയൊന്നുമില്ല. പക്ഷേ ആലോചിക്കേണ്ട കാര്യമാണിത്. ചിലവരിതൊക്കെ നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യും. ആലോചിക്കണം. നമ്മുടെ വീക്ക്നെസ് എല്ലാം, നമ്മുടെ വീക്ക്നെസ് ഒക്കെ നിങ്ങൾ നോക്കുവാണെങ്കിൽ, ഈ ഇന്റലിജന്റ് ആൾക്കാരെ നോക്കുവാണെങ്കിൽ അവരവരുടെ പണി അവർ ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെ. അതിനുശേഷം താങ്കൾ ബാബ റാം റഹീമിനെ കുറിച്ച് സംസാരിച്ചു. അതായത് ഞാൻ അദ്ദേഹത്തിന്റെ റോൾ ചെയ്യാൻ തയ്യാറാണ്, എന്റെ പേരിൽ കേസിടാനും പറയുന്നു. എനിക്കങ്ങനെ അത്ര ഓർമ്മയില്ല. ഞാൻ ഒരു വട്ടം അദ്ദേഹത്തെ കണ്ടു, നല്ലപോലെ ഞങ്ങൾ സംസാരിച്ചു. ബട്ട് ഒരു പക്ഷേ ഞങ്ങൾ എന്തെങ്കിലും ഒരു റോൾ ചെയ്യാനുണ്ടെങ്കിൽ, എനിക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ അദ്ദേഹത്തെ ഞാനൊരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കുന്ന തെറ്റില്ലല്ലോ. അദ്ദേഹത്തെ കമന്റ് ചെയ്തതുകൊണ്ട് KQ ശാരദയുടെ മേൽ കേസ് ഇട്ടിട്ടുണ്ട്. അതിന്റെ ഫോട്ടോയുണ്ട്. ഓക്കെ. താങ്കൾ അങ്ങനെ ഒരു ട്വീറ്റ് ചെയ്ത കാര്യം പോലും താങ്കൾക്ക് ഓർമ്മയില്ലേ? എന്ത്? താങ്കൾ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ അങ്ങനെ ഒരു റോൾ ചെയ്യാൻ തയ്യാറാണ്, എന്നെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്തോളൂ. മറ്റേ ഇതിൽ എന്ത് തെറ്റാ ഉള്ളത്? ഞാനൊരു ആർട്ടിസ്റ്റാണ്. ആർട്ടിസ്റ്റിനെ സൊസൈറ്റിയിൽ നല്ല ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കുന്നത്. ശരിക്കും ഞാൻ ജനങ്ങളുടെ അടുത്തുനിന്നാണ് ഇൻസ്പിറേഷൻ എടുക്കുന്നത്. ഞാൻ അങ്ങനെ ചെയ്യുന്നതിൽ എന്ത് തെറ്റാ ഉള്ളത്? താങ്കൾക്കൊരു വലിയൊരു കോൺട്രവേഴ്സി എപ്പോൾ തുടങ്ങിയെന്ന് വെച്ചാൽ
താങ്കൾ ഗാന്ധി കുടുംബത്തിനെ കുറിച്ച് ട്വീറ്റ് ചെയ്തിരുന്നു. രാജീവ് ഗാന്ധിയുടെ പേരിലും സോണിയാഗാന്ധിയുടെ പേരിലും ഇന്ദിരാഗാന്ധിയുടെ പേരിലുള്ള ബിൽഡിങ്ങുകളാണെങ്കിലും ശരി, റോഡുകളാണെങ്കിലും ശരി, പോർട്ടാണെങ്കിലും എയർപോർട്ടാണെങ്കിലും ആ പേരെല്ലാം മാറ്റാൻ താങ്കൾ പറഞ്ഞു. ആദ്യം ഞാനൊരു കാര്യം ക്ലിയർ ചെയ്യാം. അതായത് എനിക്ക് ആസ്പിറേഷൻ ഒന്നുമില്ല ഒരു പൊളിറ്റീഷ്യൻ ആവാനായിട്ട്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം എന്തിനു വേണ്ടിയാ പറഞ്ഞെന്ന് വെച്ചാൽ റൂളിംഗ് പാർട്ടിയെ പ്ലീസ് ചെയ്യാനായിട്ട്. പക്ഷെ പലരും പറയുന്നത് BJPയെ സന്തോഷപ്പെടുത്താൻ വേണ്ടിയാണ് താങ്കൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിക്കെതിരെയാന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ സർ? ഞാൻ പറഞ്ഞ കാര്യം ഞാൻ തന്നെ ആലോചിച്ച് നോക്കിയിട്ട് ഞാൻ കമന്റ് ചെയ്തെന്നേ ഉള്ളൂ. അതെന്താ അത്ര അത്യാവശ്യമാണോ ഉള്ള സിറ്റീസിലൊക്കെ? ഇന്ത്യയിലുള്ള എല്ലാ സിറ്റീസിലും ഉള്ള എല്ലാ സ്വത്തും എല്ലാ അസറ്റ്സും അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള പേരിലാണോ ഇരിക്കേണ്ടത്? എന്താ നമ്മുടെ നാട്ടില് വേറെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നോ? ഈ സിറ്റി ഉണ്ടാക്കിയ ആൾക്കാരായിട്ട് വേറെ ആരും തന്നെ ഇല്ലായിരുന്നോ? ഞാൻ ഈ കാര്യം സത്യം പറയണമെങ്കിൽ ആരെയും ഇംപ്രസ് ചെയ്യാനായിട്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പത്മ അവാർഡ് മേടിക്കാനായിട്ടോ ഇല്ലെങ്കിൽ രാജ്യസഭ മെമ്പർഷിപ്പ് എടുക്കാനോ ഇല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ ആവാനായിട്ടല്ല ഞാൻ പറഞ്ഞത്. ഞാനൊരു സിറ്റിസൺ ആണ്. ഞാൻ ടാക്സ് പേ ചെയ്യുന്നുണ്ട്. സിറ്റിസൺ ഈ കൺട്രിയിലാണ് ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എനിക്ക് നെഹ്റു ആൻഡ് ഗാന്ധിയുടെ ഫാമിലിയുടെ മേത്ത് നല്ല റെസ്പെക്ട് ഉണ്ട്. നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുജി, ഇന്ദിരാഗാന്ധിജി, രാജീവ് ഗാന്ധിജി, ഇവരൊക്കെ എല്ലാരും ഉള്ള സമയത്ത് നല്ല ലീഡേഴ്സ് ആയിരുന്നു. ഞാൻ അവരെല്ലാവരുടെ മേത്ത് നല്ല റെസ്പെക്ട് വെച്ചിട്ടുണ്ട്. കപൂർ കുടുംബം എപ്പോഴും ഒരു കോൺഗ്രസ് തന്നെയായിരുന്നു. എന്റെ ചോദ്യം എന്താന്ന് വെച്ചാൽ അവരുടെ പാർട്ടി അവരെ സന്തോഷിപ്പിക്കാനായിട്ടാണ്. സിറ്റിയിലുള്ള എല്ലാ കാര്യത്തിനും അവരുടെ പേര് തന്നെയാണോ അപ്പൊ വെക്കേണ്ടത്? അല്ല സർ, ഒരു മിനിറ്റ് ഞാനിതൊന്ന് സംസാരിച്ച് തീർക്കട്ടെ നിക്ക്. അതായത് 2009 മുംബൈയില് ബാൻഡ്ര കോർണ കോംപ്ലക്സ് ഒരു ബ്രിഡ്ജ് കെട്ടിയിരുന്നു അവര്. ബാൻഡ്ര ടു വർലി ഒരു ലിങ്ക് ബ്രിഡ്ജ് കെട്ടിയിരുന്നു അവര്. 2009 അത് കമ്മീഷനായി. പിന്നെ രാജീവ് ഗാന്ധി സാറിന്റെ മരണത്തിന് ശേഷം 1951 നടന്നു. അല്ല സോറി 91. പിന്നെ 2009 നിങ്ങൾ ആ പാലത്തിന് അദ്ദേഹത്തിന്റെ പേരാണ് ഇട്ടിരിക്കുന്നത്. അല്ല ബ്രിഡ്ജ് JRD ടാറ്റയുടെ പേരിൽ എന്തുകൊണ്ടില്ല? JRD ടാറ്റ നമ്മുടെ നാടിന്റെ പേരിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? നമ്മളിൽ ഇനി ഒരുപാട് പൊളിറ്റീഷ്യൻസ് ഉണ്ട്. ഇനിയും പല സിറ്റീസിന്റെ പല കോൺട്രിബ്യൂഷൻസും ഉണ്ട് നമ്മുടെ നാട്ടില്. നിങ്ങൾ അവരുടെ പേര് വെക്കുക, നിങ്ങൾ അവരുടെ പേര് പുറത്തു വരട്ടെ. ഡൽഹി സിറ്റിയിൽ ഇത് നോക്കുവാണെങ്കിൽ എനിക്ക് ഡൽഹിയിൽ ആരും ട്വീറ്റ് ചെയ്തിട്ട് എനിക്ക് ഫോട്ടോഗ്രാഫായിട്ട് അയച്ചു തന്നായിരുന്നു. എന്റെ ഫോണിലുണ്ട് ഇപ്പോഴത്. ഇതുപോലെ 64 പ്ലേസസ് നാഷണൽ അസറ്റ് ഉണ്ട് ഡൽഹി സിറ്റിയില്, വിച്ച് ഇസ് നോൺ ബൈ ദ നെയിം. ഒരാളെ കുറിച്ച് അറിയാനായിട്ട് ഒരെണ്ണം പോരെ? ഓരോ സ്റ്റേഡിയം, ഓരോ എയർപോർട്ട് എല്ലാത്തിലും അവരുടെ പേരാണോ ഉള്ളവരുടെ? സാർ, കോൺഗ്രസ്സുകാര് ഞാൻ ആരും എതിർത്തില്ല കേട്ടോ. ഞാൻ എന്തിനു വേണ്ടിയാ ഈ കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ നിങ്ങൾ നോക്കുമ്പോൾ ഇവരുടെ ഈ കുടുംബത്തിന്റെ പേര് വളരെ അധികമായിട്ടുണ്ട്. അപ്പൊ നല്ല കാര്യം ചെയ്തൊരു ഇതൊക്കെ സർക്കാർ തീരുമാനിച്ചു വെച്ച പേരല്ലേ, അല്ലാതെ കോൺഗ്രസ് വെച്ച പേരൊന്നും അല്ലല്ലോ. ഇതൊക്കെ ചോദിക്കാൻ താങ്കൾ ആരാണ്? ഞാൻ ആരാന്നോ? ഞാൻ ഈ നാടിന്റെ ഒരു പൗരനല്ലേ. എനിക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാൻ എല്ലാ റൈറ്റ്സും ഉണ്ട് ഇവിടെ. നിങ്ങൾ പറ. ഞാൻ പറയുന്ന കാര്യത്തിൽ നിന്നും എനിക്കൊരു ഒരു തുള്ളി പേടിയും ഇല്ല. ഞാൻ പറയണമെങ്കിൽ പറഞ്ഞിരിക്കും. ഈ കാര്യമൊക്കെ ഞാൻ ഒരു വാർണിങ്ങിന് വേണ്ടിയാണ് പറഞ്ഞത്. എല്ലാം കൂടെ അവരുടെ പേരിലാണോ വെക്കേണ്ടത്? ഐ ഡോണ്ട് നോ ഞാൻ പറയുന്ന കാര്യം ശരിയാണോ അതോ തെറ്റാണോ എന്നൊന്നും എനിക്ക് ഐ ഡോണ്ട് നോ. താങ്ക് യു. നോക്കൂ, ഇവിടെ കോൺഗ്രസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാനിപ്പോ വായിക്കാം. അവർ താങ്കളോട് പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. താങ്കളുടെ വീടിനുള്ളിലേക്ക് കല്ലെറിഞ്ഞിട്ടുണ്ട്. അതേ സത്യവാ, എന്റെ വീടിന് പുറത്ത് കല്ലുണ്ടായിരുന്നു. അവര് ചോദിക്കുന്നത് ഋഷി കപൂർ ആദ്യം ആരാണ്? കറക്റ്റ് ചോദ്യം ചോദിച്ചതൊക്കെ ശരിയാ. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ആരാ ഇവരെ ഇതൊക്കെ ചോദിക്കാനായിട്ട്? അവരുടെ ശബ്ദം അങ്ങ് മാഞ്ഞു പോയി. അതുകൊണ്ടാണ് അവർ പറയുന്നത് റൂളിംഗ് പാർട്ടിയായ BJPയെ സന്തോഷപ്പെടുത്താൻ വേണ്ടിയാണ് താങ്കൾ ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കിന്ന് കിട്ടാൻ പോകുന്നു. ഞാൻ ചെയ്തത് ഞാനൊരു രാജാവിനെ പോലെയാണ് ഇരിക്കുന്നത്. ഞാനൊരു ആർട്ടിസ്റ്റാണ്. എനിക്ക് പൊളിറ്റീഷ്യൻ ആവാൻ ആഗ്രഹമില്ല. ഞാൻ ആർട്ടിസ്റ്റാണ്. എന്നും ആർട്ടിസ്റ്റ് തന്നെയാണ്. താങ്കൾക്ക് പൊളിറ്റീഷ്യൻ ആകാൻ ആഗ്രഹമില്ല. പക്ഷേ മോദിജി ലണ്ടനിൽ സംസാരിക്കുമ്പോൾ അത് പ്രശംസിക്കുകയാണല്ലോ. എനിക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ മോദിജി പറയുന്നത് കറക്റ്റ് ആയിട്ടാ ഉള്ളത്. കുറച്ചു കാര്യം അങ്ങനെ ഇങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ. എന്താന്ന് വെച്ചാൽ പറയുന്ന കാര്യം പെട്ടെന്ന് ചെയ്യണം. അത് ഇംപ്ലിമെന്റേഷനിൽ ഉണ്ടാവണം. അദ്ദേഹം അത് പെട്ടെന്ന് ചെയ്യണം. അത് ഞങ്ങൾ പ്രതീക്ഷിക്കുക. ഇപ്പോഴത്തെ ഈ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒക്കെ ചെയ്യണമല്ലോ. ജനങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുവാണ്. അവർ കൊടുത്ത പ്രോമിസ് എല്ലാം അവർ ഫുൾഫിൽ ചെയ്യണം. ഞാൻ വളരെ പേഷ്യന്റ് ആയിട്ട് വെയിറ്റ് ചെയ്യുവാണ് അവരത് നടത്താനായിട്ട്. അവർ നടത്തിയിരിക്കും. പക്ഷേ താങ്കൾ നരേന്ദ്രമോദിയെ പ്രശംസിക്കുന്നു, സ്മൃതിയെ പ്രശംസിക്കുന്നു. പാർലമെന്റിൽ അവർ ഇമോഷണലായിട്ട് സംസാരിച്ചപ്പോൾ ലേഡി അമിതാഭ് ബച്ചൻ അവരെ വിളിച്ചല്ലോ താങ്കൾ. സ്മിതിയുടെ ഒപ്പം ഞാനൊരു സിനിമ ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങള് സിംലയിലെ ഔട്ട്ഡോറിലായിരുന്നു ആ സമയത്ത്. അവർക്ക് യൂണിയൻ മിനിസ്റ്ററോടൊപ്പം ടാഗ് കൊടുത്തിരുന്നു. അതിനുശേഷം അവർ ഹ്യൂമൻ റിസോഴ്സിന്റെ മിനിസ്റ്ററായി.
ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു സിനിമ ഇട്ടു. സ്മിതിയെ കുറിച്ച് നിങ്ങൾ ആ ട്വീറ്റ് ഒന്ന് പഠിച്ചേ? പാർലമെന്റിൽ ഒരു സ്പീച്ച് നൽകിയിരുന്നു. ആ, അവര് വളരെ എമോഷനായിട്ടും വളരെ കറേജ്ഫുൾ ആയിട്ട് സ്പീച്ച് കൊടുത്തിരുന്നു. അതിന്റെ വെറാസിറ്റിയും പിന്നെ ട്രൂത്തും എങ്ങനെയാണെന്ന് വെച്ചാൽ, പക്ഷെ അവര് കൺവിൻസ് ചെയ്തു അവര് പറയുന്നത് എന്താന്ന് വെച്ച്. പക്ഷെ താങ്കൾ നരേന്ദ്രമോദിയെ പ്രശംസിക്കുന്നു, സ്മൃതിയെ പ്രശംസിക്കുന്നു, രാഹുൽ ഗാന്ധി സംസാരിക്കുന്നുണ്ടല്ലോ, പ്രശംസിക്കുന്നേ ഇല്ല. എനിക്ക് രാഹുൽ ഗാന്ധി സാറിന്റെ സ്റ്റൈൽ വളരെ ഇഷ്ടമാ. ഇപ്പൊ അദ്ദേഹത്തിന്റെ സ്റ്റൈലിനെ കുറിച്ച് ഒരു ട്വീറ്റും അദ്ദേഹത്തിന് ചെയ്തില്ലേ താങ്കൾ? ഞാൻ അദ്ദേഹത്തെ ട്വീറ്റ് ചെയ്ത് സംസാരിക്കാൻ അദ്ദേഹം ഒന്നും ചെയ്തില്ലല്ലോ. പലരും പറയാറുണ്ട് താങ്കൾക്ക് വേദനകൾ കൂടുതലാണ്. ഫിലിം ഇൻഡസ്ട്രിയിൽ ഇത്രയും വർഷമായിട്ട് ജോലി ചെയ്തൊരു വ്യക്തിയല്ലേ. കോൺഗ്രസിന്റെ ഭരണത്തിൽ താങ്കൾക്ക് പത്മ അവാർഡ് ഒന്നും തന്നെ ലഭിച്ചില്ല, പക്ഷെ മോദി അടുത്തുനിന്ന് കിട്ടണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നു. അയ്യോ, 44 വർഷം, 44 ഇയേഴ്സ് പണിയെടുക്കുമ്പോൾ അവർ തിരിഞ്ഞു നോക്കില്ലേ, ഇതിന് ശേഷം എന്ത് തരാനാ? ഇനിയിപ്പോൾ അവർ തന്നാലും അതിന് ആവശ്യമില്ല. എൻ്റെ വിഷമം എന്താണെന്ന് വെച്ചാൽ ഷമ്മി കപൂർ സാറും പോയി. ഇപ്പോൾ നിങ്ങൾ ഷമ്മി കപൂർ സാറിനെ ഹോണർ ചെയ്തില്ല. യൂണിവേഴ്സ് ഇസ് സാഡ്. ഗവൺമെന്റിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, പുറത്ത് അവരുടെ ആരെങ്കിലും പുല്ലുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ അവർക്ക് അറിഞ്ഞ ആളാരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോഴേ അവാർഡ് കൊടുക്കുള്ളൂ. അർഹതയുള്ള ആൾക്ക് നിങ്ങൾ കൊടുക്കൂല. പക്ഷെ ഇപ്പോൾ താങ്കളുടെ സർക്കാരല്ലേ, അതുകൊണ്ട് താങ്കൾക്ക്. എന്റെ മാത്രം ഗവൺമെന്റ് എങ്ങനെയാണ്? ഇത് ജനങ്ങളുടെ ഗവൺമെന്റ് ആണ്. ബി ജെ പി സംസാരിച്ചിട്ടുണ്ടല്ലോ. സംബന്ധിച്ച് താങ്കൾ മോദിയുടെ ഭക്തനാണെന്നാണ്. അവര് പറയുവാണെങ്കിൽ പറഞ്ഞോട്ടെ, ഞാൻ ഭക്തനാണ്, പക്ഷേ ദൈവത്തിന്റെ ആണ്. ഈ ഭക്തൻ എന്ന് പറയുന്ന ചൊല്ലൊക്കെ ഈ കാലത്ത് ആൾക്കാര് എന്തിനു വേണ്ടിയാ പറയുന്നതൊന്നും എനിക്കറിഞ്ഞൂടാ. ഇഫ് സോ ബി ഇറ്റ്, യെസ്. സർ, ഈ കാര്യത്തെക്കുറിച്ച് പറയൂ. അമർ അക്ബർ ആന്റണിയിൽ നിങ്ങൾ 3 പേരുണ്ടായിരുന്നു. അമിതാഭ് ബച്ചൻ ആണെങ്കിലും വിനോദ് ഖന്ന ആണെങ്കിലും ഋഷി കപൂർ ആണെങ്കിലും ഇപ്പൊ 3 പേരും മോദിയുടെ കൂടാണ്. എന്താ പറ്റിയെന്ന് വെച്ചാൽ, ബച്ചൻ സാറിന് മേത്ത് എന്തോ ഒരു പ്രശ്നം ഉണ്ടായി. പിന്നെ എന്നെ തന്നെ എംറോൾ ചെയ്ത് നല്ല രീതിക്ക് സംസാരിച്ചു. അതായത് അന്ന് ഞാനൊരു ട്വീറ്റ് ഇട്ടിരുന്നു, 2 പേരുണ്ട്, പിന്നെ വിനോദ് ഖന്ന സാർ എന്തെങ്കിലും സംസാരിച്ചാൽ പിന്നെ അമർ അക്ബർ ആന്റണി 3 പേര് ഇതിലുണ്ടാവുമെന്നാ പറഞ്ഞേ. അങ്ങനെ എന്തോ പറഞ്ഞത് ഞാൻ. അതൊക്കെ ശരിയാണ്, പക്ഷെ അല്ല, ഇതൊക്കെ കംപ്ലീറ്റ് എൻജോയ്മെന്റിന് വേണ്ടിയാണ്, ആരും കഷ്ടപ്പെടുത്താനായിട്ടല്ല. ഒരുപക്ഷെ അങ്ങനെ ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൺമുമ്പിൽ ഞാൻ പറയുവാണ്, കൈകൂപ്പി ഞാൻ മാപ്പാണ് പറയുന്നത്. എന്റെ നോട്ടമോ എന്റെ ഇന്റൻഷനോ അതൊന്നും അല്ല. എന്റെ ടാർഗറ്റോ എന്റെ ഇന്റൻഷനോ എല്ലാം വളരെ ക്ലിയർ ആണ്. ഐ എം വെരി ക്ലിയർ. കാരണം ഒരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ടുണ്ട്, എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്തതിൽ സത്യസന്ധമായിട്ട് എന്തെങ്കിലും കിട്ടിയാൽ നിങ്ങൾ അത് ഏറ്റെടുത്തോളൂ. അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ പറ്റിയെന്ന് തോന്നിയാൽ അത് പഠിച്ചോളൂ. അതർവൈസ് ഇതൊക്കെ ഒരു എൻജോയ്മെന്റ് ചെയ്യുന്ന ശീലം താങ്കൾക്ക് എങ്ങനെയാണ്? ഇതിനെക്കുറിച്ച് പറയണമെങ്കിൽ ഇതിന് ആരെയാ പഴി വെക്കേണ്ടതെന്ന് വെച്ചാൽ അനുഷ്ക ശർമ്മയാ. അത് ഏത് സിനിമയായിരുന്നു? അത് പട്ടിയാല സിനിമയുടെ ഷൂട്ടിങ്ങിലായിരുന്നു ഞാൻ. എനിക്കെല്ലാം പുതിയതായിരുന്നു. എന്നെയും പിടിച്ച് പെട്ടെന്ന് മെമ്പറാക്കിയവര്. 5-6 വർഷത്തിന് മുമ്പ് സംഭവിച്ചതാണിത്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഇതൊക്കെ ആര് നോക്കാനാന്നൊക്കെ. പിന്നെ ഒരു ഷൂട്ടിംഗ് സമയത്ത് അഭിഷേക് ബച്ചനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, അങ്കിൾ ഇത് പിന്നെ നിങ്ങൾ യു ഷുഡ് ബി പാർട്ട് ഓഫ് ദിസ്. അങ്ങനെയാണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ, ഇല്ല ഓൾറെഡി മെമ്പറാണ് ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ 1 വർഷം പോയി ട്വീറ്റ് ചെയ്ത് ആരംഭിച്ച്. ബട്ട് ഇതൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്യുവാണോ അതോ വല്ല തെറ്റിദ്ധരിച്ച് ഇരിക്കുന്ന കാര്യങ്ങളാണോ? പറയൂ. താങ്കളെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ എന്താ പറയുന്നത് വെച്ചാൽ 1-2 പേക്ക് രാത്രി കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് താങ്കൾ ട്വീറ്റ് ചെയ്യുന്നത്. കാരണം സത്യം പറയുന്ന സമയത്ത് അവർക്കൊക്കെ പേടിയായിരിക്കും. അവരുടെ മനസ്സിൽ എന്തെങ്കിലും പാവം ഉണ്ടാവും. അവർക്ക് വേറെ ആരെയും കിട്ടിയില്ലെന്ന് വെച്ചാൽ രാത്രി 2-3 പെഗ് അടിച്ചിട്ടാ ചെയ്യുന്നതെന്ന് അവരങ്ങ് പറയുന്നത്. അതായത് പറയുന്ന കാര്യം സത്യസന്ധമായിട്ട് പറയും, എൻ്റെ മനസ്സിന് സത്യമായിട്ടുള്ളതെല്ലാം പറയും. ഐ വിൽ റൈറ്റ് മൈ ഒപ്പീനിയൻ. ഡെമോക്രസി ഉണ്ട്, ഫ്രീഡം ഓഫ് സ്പീച്ച്. ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഐ ഡു നോട്ട് മീൻ എനിത്തിങ് ഒഫെൻസീവ്. ആരെയും കഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ശരി, ഇപ്പൊ ജനങ്ങളോട് തന്നെ ചോദിക്കാം. ചോദിക്കൂ. ഒരു ചോദ്യം സർ, ഞാൻ താങ്കളുടെ വലിയൊരു ഫാനാണ്. അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ താങ്കളുടെ പേരിൽ ഒരു നാഷണൽ അസറ്റും വന്നില്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് അതൊരു അന്യായമാണ്. കാരണം താങ്കളുടെ പേര് ഈ ദേശത്ത് എവിടെയെങ്കിലും വരുവാണെങ്കിൽ അത് ഞങ്ങൾക്കൊരു അഭിമാനമായിരിക്കും. പക്ഷേ അതിനെക്കുറിച്ച് താങ്കൾ ആലോചിക്കേണ്ട കാര്യമില്ല. 125 കോടി ജനങ്ങളുടെ മനസ്സിലാണ് താങ്കൾ ഇടം പിടിച്ചിരിക്കുന്നത്. ഒന്നിനെക്കുറിച്ച് ആലോചിക്കേണ്ട. ആക്ച്വലി ഞാൻ ഇത്രയും സമയം പറഞ്ഞതെല്ലാം എപ്പോഴും എൻ്റെ പേരിൽ തന്നെ വരണമെന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല. ഞാൻ എന്തിനു വേണ്ടിയാ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ പൊളിറ്റീഷ്യൻസ് ഉണ്ട്. സർദാർ പട്ടേൽ, അംബേദ്കർ സാറ്, ലോക്മാന്യ തിലകർ, ഒരുപാട് പേരിങ്ങനെ ഉണ്ടായിരുന്നു. ഭഗത് സിംഗ്, ഇതുപോലെ ഒരുപാട് പേര് ഈ നാടിന് വേണ്ടി ജീവൻ നൽകിയിട്ടുണ്ട്. താങ്കളുടെ പേരിലും കെട്ടിയിട്ടുണ്ട് ഋഷി കപൂർ ശൗചാലയം.
ഇത് എനിക്കാരോ പറഞ്ഞിരുന്നു, ഞാൻ കേട്ടതാണ്. പിന്നെ ഇതിനു വേണ്ടിയുള്ള ഉത്തരം എനിക്ക് പകരം വേറെ ഒരാളെ ആരോ തന്നിരുന്നു ഞാൻ അറിഞ്ഞു. ഇതൊക്കെ വെച്ചോണ്ട് എന്ത് കാണിക്കാനാണ്? സർ, ഞാൻ ചോദിക്കുന്നത് താങ്കൾ എന്തുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു? ഇതൊക്കെ താങ്കളുടെ അച്ഛന്റെ സ്വത്താണെന്ന് വിചാരിച്ചോ? അത് മാത്രമല്ല, നിങ്ങൾ പറയാൻ വന്ന കാര്യം വളരെ ഷോർട്ടായി പറഞ്ഞിട്ടുണ്ടാവും, അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അത് ഓർക്കുമ്പോഴാണ് സാർ എനിക്ക് അല്പം വിഷമം തോന്നുന്നത്. ഇല്ല, ഞാൻ നിങ്ങളെ പോലെയാണ് കഷ്ടപ്പെടുന്നത്. താങ്കൾ പറയുന്ന വാക്കുകളിൽ അവർക്ക് പ്രശ്നമില്ല, പക്ഷെ താങ്കളുടെ ആലോചനകളാണ് പ്രശ്നം. അതാണ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് മനസ്സിലാക്കിയതല്ല. പല വീടുകളുടെ സ്ത്രീകളുടെ ഭരണമാണ് നടക്കുന്നത്. താങ്കളുടെ വീട്ടിൽ എങ്ങനെയാ? നീതു മേഡത്തിന്റെ ഭരണമാണോ? എന്നെ കാണുന്ന സമയത്ത് ആരുടെ ഭരണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അവരുടെ നിയന്ത്രണത്തിലായിരുന്നെങ്കിൽ ഇപ്പോൾ താങ്കൾ ട്വീറ്റ് ചെയ്യുന്നതൊക്കെ വിടുമായിരുന്നു. വളരെ കറക്റ്റ് ആയിട്ടാണ് നിങ്ങൾ പറഞ്ഞത്. ഒരുപാട് വഴക്കുണ്ടാക്കും ഞങ്ങൾ. ഇതിന്റെ ഇടയിലാണ് ഞങ്ങൾ ഒരുപാട് വാട്ടർ ഡൗൺ ഒക്കെ ചെയ്തത്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ഇന്നത്തെ ജഡ്ജിയായ നഫീസ് അലിയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ആപ്കി അദാലത്തിൽ വിചാരണ നടത്തിക്കൊണ്ടിരുന്നത് സൂപ്പർ സ്റ്റാർ ഋഷി കപൂറിന്റെ മേലാണ്. പല ചോദ്യങ്ങളും നമ്മൾ ചോദിച്ചു, പല കോൺട്രവേഴ്സീസ് ചോദ്യങ്ങളും ചോദിച്ചു, സിനിമാ ജീവിതത്തിനെ കുറിച്ച് ചോദിച്ചു. അദ്ദേഹം എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായുള്ള ഉത്തരവും നൽകുകയും ചെയ്തു. ഇനി നമ്മുടെ ഇന്നത്തെ ജഡ്ജിയായ നഫീസ അലിയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്ക് കേൾക്കാം. കോടതിയുടെ വിചാരണയും മാത്രമല്ല, രജത് സാർ ഇവിടെ എങ്ങനെയുള്ള ക്ലാസ്സായി എടുത്തേന്ന് വെച്ചാ ചിണ്ടുവിന്റെ കാര്യത്തിൽ കണ്ടു. ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം സംസാരിക്കുന്നതിൽ നിന്ന് പല കാര്യങ്ങളും മനസ്സിലാക്കാനുണ്ട്, രാജ്യത്തെപ്പറ്റിയും സിനിമ ഇൻഡസ്ട്രിയെപ്പറ്റിയും. പക്ഷെ എന്നെ സംബന്ധിച്ച് താങ്കൾക്ക് ഒരു പൊളിറ്റിക്കൽ ലീനും ഇല്ലെന്നാ പറഞ്ഞത്. പക്ഷെ താങ്കളുടെ ട്വീറ്റ് കാരണം മറ്റുള്ളവർക്ക് അത് പ്രയോജനം ഉണ്ടെങ്കിലും താങ്കൾക്കത് ഉപദ്രവമായി മാറുന്നു. ഇക്കാര്യത്തിൽ താങ്കൾ വളരെ ശ്രദ്ധ ചെലുത്തണം. ഇപ്പോൾ താങ്കൾ ഇവിടെ കൊടുത്ത റെഫറൻസ് എല്ലാ കാര്യങ്ങളും ഗാന്ധി കുടുംബത്തിൽ മാത്രമാണ് നടക്കുന്നതെന്ന്, ഈ പേര് അതായത് പൊളിറ്റിക്കൽ പാർട്ടി പവറിലുള്ളപ്പോൾ കോൺഗ്രസ്, അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷെ ഇപ്പോ ഏതു പാർട്ടിയാണോ പവറിലുള്ളത് അപ്പോൾ നിങ്ങൾ പറയുന്നു. നിക്ക്, ഞാനൊന്ന് സംസാരിക്കട്ടെ. ഞാൻ പറയാൻ വന്നത് ഇതിനൊക്കെ എനിക്ക് ഉത്തരം പറയാൻ പറ്റും. ജനങ്ങൾ അറിഞ്ഞോട്ടെ. ഇതിനെക്കുറിച്ച് ധാരാളം പേര് ചോദിച്ചു. പറയൂ, എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, വൈകുന്നേരം ഞാൻ നോക്കുന്ന സമയത്ത് ഡൽഹിയിലെ അക്ബർ റോഡില് മഹാറാണ പ്രതാപ് റോഡ് എന്നാണ് പറയുന്നത്. അപ്പോഴാണ് എനിക്കൊരു കാര്യം തോന്നിയത്, നമ്മൾ എന്തുകൊണ്ട് ഇത് പറയാൻ പാടില്ലെന്ന്. അതായത് ഉള്ളതൊക്കെ നാഷണൽ അസറ്റ്സ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതിനെന്തിനു വേണ്ടിയാ ഒരു പേര് മാത്രം തരുന്നത്? ഒരുപക്ഷെ ഞാൻ അന്നേ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ഇതൊക്കെ ചെയ്ത് തീർത്തിരുന്നേനെ. സോഷ്യൽ കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്തിനാ സംസാരിക്കുന്നത്? ഞാനും പറഞ്ഞ അന്ന് സംഭവിച്ചതാണ്. ഇതെല്ലാം രാഷ്ട്രീയക്കാരുടെ കളിയാണ്. ഇതൊരു തരത്തിലുള്ള കളിയാണ്. ഋഷി, യു ഹാവ് ടു ബി വളരെ കെയർഫുൾ ആയിട്ട് ട്വീറ്റ് ചെയ്യണം നിങ്ങൾ. കാരണം നിങ്ങളൊരു റോൾ മോഡലും ഒരു ഐക്കോണും ആണ്. നിങ്ങൾ വിചാരിച്ചാൽ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ സാധിക്കും, നല്ല മെസ്സേജും കൊടുക്കാം. അതിന്റെ പ്രയോജനം ഇപ്പോഴുള്ള ജനറേഷന് തീർച്ചയായിട്ടും ലഭിക്കും. ഋഷി കപൂർ സാർ ജീവിതത്തിൽ എപ്പോഴും ഇതുപോലെ ഓപ്പണായിട്ട് സംസാരിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ലോകത്തുള്ള ജനങ്ങളെ എന്റർടൈൻ ചെയ്യണം. ജനങ്ങളുടെ മനസ്സിൽ ഇനിയും സ്ഥാനം നേടിക്കൊണ്ടേയിരിക്കണം. തുടർന്ന് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. ഇതാണ് നമ്മുടെ ആഗ്രഹം. ഷോ അവസാനിക്കുകയാണ്. അടുത്ത പ്രാവശ്യം മറ്റൊരു അതിഥിയോടൊപ്പം വീണ്ടും വന്ന് നിങ്ങളെ കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.